മനുഷ്യജീവിതങ്ങളുടെ 5ാമത്തെ രാത്രി ശുശ്രൂഷകൾക്കായി ഞങ്ങളുടെ കുടുംബത്തെ വഹിച്ച കൃപയോടെ നിർത്തി അവരവനായ ദൈവത്തിന് എല്ലാ മാനവും തോൽപ്പിക്കുന്നു. ദിവസത്തിൽ ഞങ്ങൾ ഓർത്ത പ്രിയപ്പെട്ട സാറിനും ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഈ ദിവസം എന്ത് പറയണം, ഏത് വിഷയമാണ് സംസാരിക്കേണ്ടതെന്ന് സാറിന് എന്നോട് പറഞ്ഞപ്പോൾ തൊട്ട് ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്. പല വിഷയങ്ങളും ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ പല വിഷയങ്ങളും എൻ്റെ നോട്ട്ബുക്കിൽ കുറിച്ചു. അടുത്ത കുറച്ച് ദിവസം 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് തോന്നും അത് വേണ്ട. എന്നിട്ട് നമുക്കറിയാം ഡിസംബർ 31-ാം തീയതി നമ്മൾ പള്ളിയിൽ പോയിട്ട് വാഗ്ദത്ത വചനം എടുക്കാറുണ്ട്. അതെടുത്തിട്ട് പിറ്റേ ദിവസം ഞാനിരുന്നു എന്താണ് സംസാരിക്കേണ്ടത്, ഇത്രയും അടുത്തായി. പക്ഷെ എനിക്കിങ്ങനെ ഒരു ടെൻഷൻ, എന്ത് പറയണം ഒന്നിനും ഒരു സ്ഥിരതയില്ലായിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു, ആ വിഷയം സംസാരിക്കാം. വാഗ്ദത്തമാണ്, പക്ഷെ വാഗ്ദത്തത്തിന് മുമ്പ് എന്തൊക്കെയാണ് നാം ചെയ്യേണ്ടത് എന്നതിനെ പറ്റി സംസാരിക്കാൻ എന്ന ദൈവാത്മാവ് എന്നോട് അതാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഇതിനടുത്തിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു. അതിനു മുമ്പ് നമുക്ക് തരണ വണക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവായ നല്ല ദൈവമേ, അപ്പായ നല്ല ദിവസത്തിന്റെ രാത്രി സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്നപ്പാ. ഈ നല്ല ആലയത്തിനായി ഞങ്ങൾ അങ്ങയെ നന്ദി പറയുന്ന കർത്താവെ, ഞങ്ങൾക്ക് ആരാധിപ്പാൻ, വചനം പഠിക്കുവാൻ, വചനം കേൾക്കുവാൻ, കൂട്ടായി ആചരിപ്പാനും ഇങ്ങനെ കാലം ഞങ്ങൾക്ക് ഒരുക്കി തന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നന്ദിയോട് സ്തുതിക്കുന്നപ്പാ. ഇതിന് കാരണഭൂതനായ സാറിനെയും കുടുംബത്തെയും തിരുക്കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ അപ്പം. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതും കരുതുന്നതിനുമൊക്കെയും 10 മടങ്ങ് പ്രതിഫലം തന്റെ തലമുറകളിലൂടെ കാണുവാൻ തക്കവണ്ണം നന്മ നൽകണമേ പ്രാർത്ഥിക്കുന്നു. കൂടി വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ അപ്പ. ഞങ്ങളിവിടെ കടന്നു വന്നതും ഞങ്ങളുടെ ആരുടെയും കഴിവുകൊണ്ടല്ലല്ലോ തമ്പുരാനെ, ഞങ്ങൾക്ക് കടന്നു വരുവാനുള്ള ആയുസ്സും ആരോഗ്യവും അങ്ങ് തന്നു കർത്താവേ. കടന്നു വരുവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് തന്നപ്പ. നന്ദിയോടെ സ്തുതിക്കുന്ന യേശുവേ, സമയം ഞങ്ങളുടെ വചനം ധ്യാനിക്കുവാനും ഞങ്ങളായിരിക്കുമ്പോൾ അതിനെ സംസാരിക്കുന്ന അടിയനും കേൾക്കുന്നതിന്റെ മക്കളും ധ്യാനിക്കുന്ന വചനം ഞങ്ങൾ 3 കൂട്ടരും അവിടുത്തെ കർത്താവ് ഏറ്റെടുക്കണമേ. വിശുദ്ധീകരിക്കണം, വിശുദ്ധിയോടെ സംസാരിക്കാൻ അടിയനെ സഹായിക്കണം. വിശുദ്ധിയെ ഏറ്റെടുപ്പാൻ മക്കളെയും നൽകണം. ഈ സമയത്തൊക്കെയും അവിടുത്തെ വലിയ ശക്തി ആലയത്തിൽ പരിവർത്തിക്കണമേ. അശുദ്ധമായതുകൊണ്ട് ഞങ്ങൾ ചിന്തിക്കാതിരിപ്പാൻ, നല്ല നിരത്തിൽ വേണം ഇതുപോലെ വചനം സ്വീകരിപ്പാൻ ഞങ്ങൾ ഒരുപോലെ നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ മുദ്രയിട്ട് കൊള്ളണമേ. ഞങ്ങളുടെ നാമത്തിൽ ഞങ്ങൾ കൂടി വരുമ്പോൾ ഞങ്ങളുടെ മധ്യത്തിലുണ്ടോ എന്ന് വാക്ക് പറഞ്ഞിരുന്നേ. ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ കർത്താവേ, ഞങ്ങളെ കാണുന്നല്ലോ കർത്താവ്. പച്ചക്കണ്ണീരോടെ ഇരിക്കുന്നവരെയും കാണണമേ കർത്താവേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ കണ്ട് ആവശ്യകാര്യങ്ങൾ നിറവേറ്റി മടക്കി അയക്കണമേ. നിത്യതയ്ക്കായിട്ട് ഞങ്ങൾ ഒരുക്കണമേ. സർവമാനമാകത്തങ്ങി കർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വചനധ്യാനത്തിന് മുമ്പ് ഞാനും ഈ ആലയവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഒന്ന് പറയണം എന്ന് എനിക്ക് മനസ്സിൽ തോന്നി. 2014-ലാണ് ശരിക്കും സാറും ഞങ്ങളുമായൊരു ബന്ധം ആരംഭിക്കുന്നത്. എനിക്ക് ചെറിയ പ്രായത്തിൽ തന്നെ എനിക്കൊരു ആത്മീയ ഗുരു ഉണ്ടായിരുന്നു. നെടുമങ്ങാട് ചെല്ലാങ്കോട് CSI ചർച്ച പണിത ശിവദാസൻ പ്രസംഗിയ ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ള പട്ടാളക്കാരനായിരുന്നു. തന്റെ ഭാര്യയുടെ കണ്ണുനീരിന്റെ പുറത്ത് മാനസാന്തരപ്പെട്ട് ജോലി ഉപേക്ഷിച്ച് ഉടനെ സമയം സുവിശേഷത്തിനായിട്ട് ഇറങ്ങി തിരിച്ചൊരു മനുഷ്യൻ. ഏകദേശം 10 വയസ്സിനപ്പുറം അല്ലെങ്കിൽ 7-8 വയസ്സിനപ്പുറം ജീവിക്കുകയില്ല എന്ന് വിധി എഴുതിയ ഒരാളാണ് ഞാൻ. 52 വയസ്സ് പൂർത്തിയായി. ഒരുപക്ഷെ എന്നെ ജീവിതത്തിലോട്ട് മടക്കി കൊണ്ടുവരുവാൻ ദൈവം നിയോഗിച്ച ഒരു വ്യക്തിയായിരുന്നു ആ മനുഷ്യൻ. ജനിച്ച 9 മാസം മുതൽ 5 വർഷം വരെ രോഗിയായിരുന്നു ഞാൻ. ഡോക്ടർമാരൊക്കെ കൈവിടപ്പെട്ട ഒരവസ്ഥയാണ്. അത് ആ സാക്ഷ്യത്തിലേക്ക് ഞാൻ പിന്നെ വരാം. അന്ന് മുതൽ തുടങ്ങിയ ബന്ധമാണ് ശിവദാസൻ പ്രസംഗിയാനുമായിട്ട്. ഒരുപാട് ശരിക്കും സാറും ഞാൻ പണ്ടെപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് ഓർമ്മ. സാറിന്റെ പോലൊരു സ്വഭാവം, എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ശാസിക്കും, മുഖം നോക്കാതെ പറയും. പപ്പ പ്രസംഗർ എന്തെങ്കിലും ശാസിച്ച് അതിനപ്പുറം പപ്പ നമ്മളെ പ്രസംഗരോട് എന്തെങ്കിലും സംസാരിക്കും. പപ്പയ്ക്ക് അറിയാം ന്യായമായതിന് മാത്രമേ നമ്മളെ പ്രസംഗരെ വഴക്ക് പറയുള്ളൂ. പക്ഷേ ആ പ്രസംഗരുടെ മരണം സംഭവിച്ചതിന് ശേഷം നമുക്കിങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ എൻ്റെ കുടുംബ ജീവിതത്തിൽ വന്നു. അപ്പോൾ അടുത്ത് ആരോട് സങ്കടം പറയും എന്നൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. എനിക്കെന്ന് സാറും പള്ളിയിൽ വെച്ച് കണ്ടു പരിചയം എന്നല്ലാതെ നേരിട്ട് സംസാരിക്കാൻ ഒരു തരത്തിലുള്ള ഒരു പരിചയവും സാറുമായിട്ടില്ല. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഒരു ദിവസം വീട്ടിയിരിക്കുമ്പോൾ സാറും സുധീർ അച്ഛൻ്റെ പപ്പയുമായിട്ട്, സാറത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയൂടാ, പക്ഷെ ഞാൻ ഇന്നും അത് ഓർക്കുന്നുണ്ട്. സുധീർ അച്ഛൻ്റെ പപ്പയുമായിട്ട് എൻ്റെ വീട്ടിൽ വന്നു. അന്ന് കുറേ നേരം അന്ന് തുടങ്ങിയ ബന്ധമാണ് 2025 ജനുവരി 5-ാം മാസം വരെയും ചെയ്തത്. ഇതിനിടയ്ക്ക് പല ആവശ്യങ്ങൾ, പല വേദനകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ നേരത്തെ ജിനു പറഞ്ഞതുപോലെ ഒരപ്പനെ പോലെ ഞങ്ങളെ കരുതുവാനും സ്നേഹിപ്പാനും സാറുണ്ടായിരുന്നു. ജീവിതത്തിൽ നിന്നും മാറി നിന്ന പല ഘട്ടങ്ങളിലുമൊക്കെ വിളിപ്പാനും അന്വേഷിക്കാനും ഒക്കെ സാറിന് ഈ ഇടയ്ക്ക് ഇന്ന് ഞാനിങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഓർത്തൊരു സംഭവമുണ്ട്. കാരണം എനിക്കിപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലെ പ്രിസൈഡിംഗ് ഓഫീസറായിട്ട്
ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ആ ഇലക്ഷൻ ഡ്യൂട്ടി വന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, പനി, ആന്റിബയോട്ടിക്കിന്റെ പുറത്ത് ഞാൻ ഇന്ന ദിവസങ്ങളാണ്. പക്ഷെ എനിക്ക് ഇലക്ഷൻ ഡ്യൂട്ടി വേണമെങ്കിൽ തലേ ദിവസം രണ്ട് നാൾക്ക് മുൻപ് എനിക്ക് ഒഴിവാക്കാൻ വരും. കാരണം പൂവാറിന്റെ റിട്ടേണിംഗ് ഓഫീസറായിരുന്നു എൻ്റെ കൂടെ ജോലി ചെയ്ത് എൻ്റെ ജൂനിയർ ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ. അപ്പൊ അവരോട് വിളിച്ചു പറഞ്ഞു പക്ഷെ എനിക്ക് ഡ്യൂട്ടി മാറ്റി കിട്ടും. പക്ഷെ ഞാനത് ചെയ്യുന്നത് എൻ്റെ കൂടെയുള്ള 2 കുട്ടികളോട് 3 പേരോട് ചെയ്യുന്ന ഒരു അനീതിയായതുകൊണ്ട് എനിക്ക് മാറ്റാൻ എനിക്ക് മനസ്സ് തോന്നിയില്ല. ഞാൻ സാറിനെ വിളിച്ചു, സാറേ എനിക്കിങ്ങനെ ഡ്യൂട്ടി ഉണ്ട്, പ്രിസൈഡിംഗ് ഓഫീസറാണ്, ശരിക്കും ടൈറ്റാണ്, ആ കൂട്ട് കംപ്ലീറ്റ് ആയി ഞാൻ നിയന്ത്രിക്കേണ്ടത്. പക്ഷെ എനിക്ക് ശാരീരികമായിട്ട് ഭയങ്കരമായ അസ്വസ്ഥതയുണ്ടാകുമെന്ന് പറഞ്ഞു. സാറിന് ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് ഇപ്പോൾ മരുന്നെല്ലാം വാങ്ങി പ്രാർത്ഥിക്കാം, ഒരു കുഴപ്പവും വരികയില്ല. തലേ ദിവസം നമുക്ക് രാവിലെ അവിടെ പോകുമ്പോഴേക്ക് തീരെ വലിയ ശബ്ദമൊക്കെ അടിച്ചപ്പോൾ എൻ്റെ കൂടെയുള്ള ഞങ്ങൾ 4 പേരും പെൺകുട്ടികളാണ്, സ്ത്രീകളായിരുന്നു. ഞങ്ങൾക്ക് കാവലായിരുന്ന പോലീസും ലേഡിയാണ്. അങ്ങനെ ശരിക്കും ഒരു വനിതാ ബൂത്തായിരുന്നു ഞങ്ങളുടെ ബൂത്ത്. അവിടെ പോകുമ്പോൾ അവരൊക്കെ എന്നോട് ചോദിച്ചു, മേഡം എങ്ങനെ നാളെ കൊണ്ടുപോകും? അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവം നമ്മളെ ഒന്ന് മുസ്ലിമും ഒന്ന് ഹിന്ദു ഒന്ന് ക്രിസ്ത്യൻ, ഇങ്ങനെയാണ് 3 മതത്തിൽപ്പെട്ട കുട്ടികളും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ തീരെ വയ്യ, രാത്രിയൊക്കെ എനിക്കിങ്ങനെ ശ്വാസം വിടാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഞാൻ രാത്രി എല്ലാവരും ഉറങ്ങുമ്പോഴും ഞാനിരുന്ന് പ്രാർത്ഥിച്ചു. രാവിലെ 3:30 എണീറ്റപ്പോഴും ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഇലക്ഷൻ്റെ ആ ദിവസം എല്ലാ ബുദ്ധികളെക്കാളും ഒരു ബുദ്ധിമുട്ടും കൂടാതെ എല്ലാം കൃത്യസമയത്ത് ചെയ്തു തീർക്കുവാനും ഒരു പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓട്ടോസ് ഉണ്ടാകുന്നത് ഞങ്ങളുടെ ബുദ്ധിയിലാണ്. ഒരു പ്രതിസന്ധിയും കൂടാതെ ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങളുടെ ഇടയിലും ഞങ്ങൾക്ക് എത്രയും നേരത്തെ തന്നെ എല്ലാം ചെയ്തു തീർക്കുവാനും കൃത്യസമയത്ത് എല്ലാം കൊണ്ട് ഏൽപ്പിക്കാനും ഒക്കെ ദൈവം ഇടയാക്കി. അപ്പം അന്ന് വൈകിട്ട് ഞങ്ങളിങ്ങനെ വെളിയിലിരിക്കുമ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്നലെയും രാത്രി മേഡം പ്രാർത്ഥിക്കുന്നത് കണ്ടു, ഇന്ന് രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുന്നത് കണ്ടു. ദൈവം അവർ മറ്റു പദത്തിൽപ്പെട്ടവരാണ്, പക്ഷേ അവിടെ ഒരു സാക്ഷ്യത്തിനിടയായി ആ ദിവസമേക്ക് സാറിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു തെറ്റാന്ന് പറയുന്നത്, പിറ്റേ ദിവസം ഞാൻ സാറിനെ വിളിച്ചില്ല. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു. വീട്ടിൽ വന്നപ്പോൾ വീണ്ടും എനിക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടായി, വീണ്ടും മരുന്ന് കഴിക്കേണ്ടി വന്നപ്പോൾ അതിൻ്റെ പിറ്റേന്ന് സാറിനെ വിളിച്ചിട്ട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ട്. ഞാൻ ലാഭപ്പാട് വിഷമിച്ചു പോയി. കാരണം സാറിനോട് ഞാൻ വിളിച്ച് പറഞ്ഞതാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം നന്നായി നടന്നു എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞു. ഞാൻ കള്ളം പറയാനൊന്നും നിന്നില്ല, കാരണം ദൈവമക്കളോട് കള്ളം പറയാൻ പാടില്ല എന്ന് നന്നായിട്ടറിയാം. ഞാൻ ഒരു സത്യത്തെ ഞാൻ മറന്നുപോയി. പക്ഷെ സാറ് എന്നൊന്നും പറയുന്ന സാരമില്ല, ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം, നിങ്ങളെ ഇനി അനുഗ്രഹിക്കും, നല്ല വാക്ക് മാത്രം പറഞ്ഞു. ഇന്ന് ഞാനിത് കൊണ്ട് വരുമ്പോൾ ഞാനത് ഓർക്കുകയായിരുന്നു. ഇതൊരു സംഭവം ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ മക്കളുടെ കാര്യത്തിലായാലും. അന്ന് ഞാനൊരു സാക്ഷ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, എനിക്ക് യൂട്രസിലെ പ്രശ്നം അദ്ദേഹം അത്ഭുതകരമായി, വളരെ അത്ഭുതകരമായി സർജറി അല്ലാതെ മറ്റൊരു വഴിയില്ലാതെ എനിക്ക് കഴിഞ്ഞപ്പോൾ 1 മാസം കഴിഞ്ഞ് പരിശോധനയ്ക്കായിട്ട് പോകുമ്പോൾ അതിൻ്റെ റിസൾട്ട് കണ്ടിട്ട് ഡോക്ടേഴ്സ്, സ്കാനിങ് ഡോക്ടേഴ്സും എൻ്റെ ഗൈനക്കോളജി ഡോക്ടേഴ്സും ഒക്കെ ഞെട്ടിപ്പോയ അനുഭവം. യാതൊരു പ്രശ്നവും അതിൽ കാണുന്നു. വീണ്ടും സ്കാൻ ചെയ്ത് നോക്കി, പരിശോധനകൾ നടത്തി നോക്കി, യാതൊരു കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരുപാട് അനുഭവങ്ങൾ, ഞാനൊരിക്കൽ അമരമുള്ള റോഡ് ക്രോസ് ചെയ്ത് നിൽക്കുമ്പോൾ ഞാനിങ്ങനെ സൈഡിൽ നിൽക്കുമ്പോൾ 2 പയ്യന്മാർ വന്നിനെ തട്ടിയിട്ട് നടു റോഡിൽ ഞാൻ വീണു. അതും ഇവിടെ എല്ലാവർക്കും എനിക്ക് അറിഞ്ഞുകൂടാ അനുഭവം. എൻ്റെ തലയൊക്കെ ഇങ്ങനെ ഓടിച്ചു വന്നിട്ട് എൻ്റെ ഓഫീസിൽ നിന്നൊരു വാഹനം ഞങ്ങളൊരു യാത്ര പോകാനായിട്ട് വരും. അതിനാണ് ഞാൻ പള്ളിയിൽ നിന്ന് ക്രോസ് ചെയ്യാനായിട്ട് നിന്നതാണ്. ആ കല്യാണത്തിന് പോകാനായിട്ട് വന്ന എൻ്റെ ഓഫീസിലെ വാഹനത്തിൽ എന്നെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോഴും തലയൊക്കെ ഇങ്ങനെ മുഴച്ചു, ബ്ലഡ് പോയില്ല. സാധാരണ തലയിങ്ങനെ മുഴച്ചിട്ട് പൊട്ടിയില്ല. പിറ്റേ ദിവസം ഭയങ്കര തലക്കറക്കം നിൽക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടോ അതൊക്കെ യാതൊരു പ്രശ്നവും യാതൊരു കുഴപ്പങ്ങളും ഇല്ലാതെ ആ സമയത്തൊക്കെ ഞങ്ങളിങ്ങനെ നിരന്തരമായിട്ട് സാറിനെ വിളിക്കുന്നു. ഞങ്ങൾ പാലയിലോട്ടും ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധി കാരണം പാലയിലോട്ട് പോയ ഏകദേശം 10 മാസ സമയം അപ്പോഴും തകർച്ചയുടെ അവസരത്തിന് വിളിക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി കരുതുവാനും സാറുണ്ടായി. സോനമ്മയുടെ പഠനമായാലും എല്ലാ അവസരങ്ങളും ഇതൊക്കെ ഞാൻ ഓർമ്മിക്കാതിരുന്നാൽ ദൈവത്തോടും സാറിനോടും കാണിക്കുന്ന നന്ദികേടായിപ്പോയും. അതുകൊണ്ടാണ് ഞാനിതൊക്കെ ഓർമ്മിപ്പിച്ചത്. ഇനി ജിനിയുടെ ജോലി കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി എൻ്റെ ജോലിയുടെ ഒരു അനുഭവം ഷെയർ ചെയ്യാൻ. പക്ഷേ ജിനിക്ക് ഇവിടെ ഇരിക്കുന്ന മറ്റുള്ളവർക്കുമൊക്കെ അനുഭവം അതൊരു പക്ഷേ അനുഗ്രഹമാണ്. ഞാനിത് വിഷയം ചിന്തിക്കുമ്പോൾ തന്നെ ദൈവാത്മാവിനോട് പറഞ്ഞത് എന്നെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, ഞാൻ വന്ന വഴികൾ, എന്തുകൊണ്ടാണ് കർത്താവ് ഇത്രയേറെ സ്നേഹിക്കുക, എങ്ങനെയാണ് ദൈവം തട്ടി വീണ് പോകാതെ ദൈവം കാത്തത് എന്നുള്ള സാക്ഷ്യവും ആരാധനയിൽ പറയണമെന്നത് ജിനെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആദ്യം എൻ്റെ ജോലിയുടെ സാക്ഷ്യം എനിക്ക് പറയാം. എൻ്റെ പപ്പ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ഞങ്ങൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡ്രൈവർ ആയിരുന്നു എൻ്റെ പപ്പ. മാതൃകയോടെ ജീവിച്ചൊരു മനുഷ്യൻ. ഞങ്ങൾ 5 മക്കളാണ്, 5ാമത്തെ ആളാണ് ഞാൻ. എനിക്ക് 3 അണ്ണന്മാരും ഒരു ചേച്ചിയുമാണ്. 2 അണ്ണന്മാർ ആദ്യം, അത് കഴിഞ്ഞ് ചേച്ചി, അത് കഴിഞ്ഞവരാണ്. അപ്പം എൻ്റെ ചേച്ചിക്ക് വല്ലാത്തൊരു കരച്ചിലാണ്. കാരണം പെണ്ണുങ്ങളാരും കൂട്ടില്ല, പെൺകുട്ടികളാരുമില്ല. ചേച്ചി 3 ആണുങ്ങളുടെ ഇടയിൽ ഒരു പെൺകുട്ടി, അവരെല്ലാം ഒരൊറ്റക്കെട്ടാകുമ്പോൾ ചേച്ചി ഇങ്ങനെ എപ്പോഴിങ്ങനെ തോണ്ടുന്നൊരു ചേച്ചി ഭയങ്കര പ്രശ്നമായി. എനിക്കൊരു പെൺകുഞ്ഞിനെ വേണം, 4 മക്കൾ മതിയെന്നും
പറഞ്ഞിരുന്ന എൻ്റെ പപ്പയും അമ്മയും വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി പെൺകുഞ്ഞിനെ വേണം. അങ്ങനെയാണ് ഞാൻ ജനിച്ചത്. ജനിച്ചപ്പോൾ തന്നെ കഷ്ടതയിലൂടെയാണ് കിടന്നു നടക്കോട്ടെ. അത് കഴിഞ്ഞിട്ടും എൻ്റെ പപ്പ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ഒരാളെങ്കിലും എൻ്റെ മക്കളിൽ ഒരാളെങ്കിലും റവന്യൂ സ്റ്റാമ്പ് ഒപ്പിട്ട് സാലറി വാങ്ങാനുള്ള ഭാഗ്യം കാണുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടാകും. ഇതെൻ്റെ മനസ്സിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ കല്ലിൽ കൊത്തപ്പെട്ടതുപോലെ പപ്പയുടെ വാക്കുകൾ തറച്ചിരുന്നു. ഒരു സർക്കാർ ജോലി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ മുതൽ ഞാൻ PSC പഠിക്കാൻ തുടങ്ങി. എൻ്റെ ഡിഗ്രി പഠനത്തെക്കാൾ ഏറെ ഞാൻ പഠിച്ചത് എൻ്റെ PSC ക്വസ്റ്റ്യൻസ് ആയിരുന്നു. TV കാണാനിരുന്നാലും എൻ്റെ കയ്യിൽ PSC ബുക്ക് കാണും. ആഹാരം കഴിക്കാനിരുന്നാലും എൻ്റെ കയ്യിൽ PSC ബുക്ക് കാണും. തൊഴിൽ വാർത്ത വരുമ്പോൾ എല്ലാ തിങ്കളാഴ്ച വരുമ്പോൾ ഞാൻ തന്നെ ഓരോ കട്ടിങ്സ് വെട്ടിയെടുത്ത് ഞാനിങ്ങനെ ടാഗ് ചെയ്തിടും. പിന്നെ കാശ് കൊടുത്ത് PSC പഠനം പോകാൻ എനിക്ക് താല്പര്യമില്ല. ഡിഗ്രി ഹിന്ദി സാഹിത്യാചാര്യം വരെ ഞാൻ പഠിച്ചു. ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ലോവർ ഹെയർ പഠിച്ചു. പിന്നെ എനിക്ക് ഡിഗ്രിക്ക് ഇടയ്ക്ക് 2-3 മാസം വെക്കേഷൻ ഉള്ളപ്പോൾ ഞാൻ തയ്യൽ പഠിക്കാം. എൻ്റെ അണ്ണന്മാരൊക്കെ കളിയാക്കും, ടച്ച് പൈസ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, എങ്ങനെയെങ്കിലും സ്വന്തമായൊരു വരുമാനം വേണം. ഒരാൾ എൻ്റെ മുമ്പ് വന്ന് കൈ നീട്ടിയാൽ എനിക്കത് കൊടുക്കണം. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ട്യൂഷൻ പഠിപ്പിക്കാൻ എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു കുട്ടി ട്യൂഷൻ പഠിക്കാൻ വരും. അന്ന് എനിക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് 50 രൂപയാണ്. ഈ 50 രൂപയിൽ ദശാംശം മാറ്റി വയ്ക്കുവാൻ എൻ്റെ പപ്പ എന്നെ പഠിപ്പിച്ചു. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, എൻ്റെ പള്ളിയിൽ സ്ത്രീജന സംഘടന അംഗങ്ങളെ മിഷൻ പ്രവർത്തനങ്ങൾക്കായിട്ട് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാനിങ്ങനെ കൂട്ടി വെച്ചിരുന്നു. എത്ര രൂപ എന്ന് എനിക്ക് ഓർമ്മ, വളരെ കുറച്ച് പൈസ, പക്ഷെ അതിൻ്റെ സമ്പാദ്യത്തിൻ്റെ വലിയൊരു ഭാഗമായിരുന്നു. അത് കൊണ്ടുപോയി ഞാൻ ആൻറ്റിയുടെ കൈ കൊടുത്ത് പാൻറ്റിങ്ങനെ നിറകണ്ണുകളോടെയായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അന്ന് 50 രൂപയിൽ നിന്ന് മാറ്റിവെച്ച ദശാംശം ഇന്ന് എനിക്ക് എൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുവാൻ തക്കവണ്ണം കാശിൻ്റെ കയ്യിൽ ദൈവം തരും. 11% ദൈവം എനിക്ക് മാറ്റിവെച്ചിട്ട് ചിലവാക്കുവാൻ വലിയവനായി ദൈവം ഇന്ന് എൻ്റെ കയ്യിൽ അനുഗ്രഹം തരും. എൻ്റെ ജോലി ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഞാൻ 18 വയസ്സാകുന്നതിന് മുമ്പ് PSC ടെസ്റ്റുകൾ കഴിക്കും. അന്ന് ഞാൻ ചിന്തിച്ചിരുന്നത് എങ്ങനെയെങ്കിലും എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആരെങ്കിലും നോക്കാതെ വിടാം. അങ്ങനെയൊന്നും വിടത്തില്ല എന്നിരിക്കുന്നത്. അന്ന് എൻ്റെ മണ്ടൻ ബുദ്ധിയും ഞാൻ ചിന്തിച്ചത് അങ്ങനെ നോക്കാതെ ആരെങ്കിലും വിട്ടാൽ എനിക്കൊരു PSC ടെസ്റ്റ് പോയി എഴുതാം, പരീക്ഷ പോയി എഴുതാം, എനിക്ക് പ്രാക്ടീസ് ആകുമല്ലോ. അങ്ങനെ എനിക്കിന്ന് ആഴ്ച 6-7 അപേക്ഷകൾ തിരികെ വന്നു. കാരണം ആ 1-1 ആ ഡേറ്റിൽ വയസ്സ് പൂർത്തിയായിട്ടില്ല എന്നപ്പോൾ തിരികെ വരുമ്പോൾ എൻ്റെ അണ്ണന്മാരെ ചിരിച്ച് കളിയാക്കി. ഞാനിങ്ങനെ കരയും. ഞാൻ ഏറ്റവും എന്നാലിങ്ങനെ കാണുമ്പോൾ ഞാൻ കരയാറുണ്ടായിരുന്നു. അവസാനം മലപ്പുറത്ത് ഒരു ടെസ്റ്റിനായിട്ട് ഞാൻ പോയി. അത് ലാസ്റ്റ് ഇല്ല, PU ടെസ്റ്റാണ് എഴുതാൻ പറ്റുന്നത്. അവിടെ എൻ്റെ പപ്പ എൻ്റെ കൂടെ ഒപ്പം കൊണ്ട് ഞാൻ പോയി പരീക്ഷ എഴുതി ഇറങ്ങും. പപ്പ എന്നോട്, ഞാൻ എഴുതുമ്പോൾ പപ്പ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇറങ്ങിയപ്പോൾ എന്നോട് പപ്പ ചോദിച്ചു, മക്കളെ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? ഞാൻ പറഞ്ഞു, പപ്പ ഈ ജോലി എനിക്ക് ഉറപ്പാണ്. കാരണം എന്തെന്നറിയാമോ, ഒരു പക്ഷേ ഏറ്റവും പ്രിപ്പയർ ചെയ്ത് ഞാൻ പോയി എഴുതുന്ന ഒരു പരീക്ഷയായിരുന്നു, വളരെ എളുപ്പമുള്ള പരീക്ഷ. ഞാൻ ഒരു പപ്പ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം എഴുതുകൊണ്ട് എനിക്ക് എന്തായാലും ജോലി കിട്ടും. പക്ഷെ ആ ഒരു മറുപടിയില്ല, അഭിമാനം എന്നല്ല ഇച്ചിരി അഹങ്കാരം എനിക്കുണ്ടാകുന്നതാണ് സത്യം. കാരണം ആ ജോലി എനിക്ക് ഉറപ്പാണ്. പക്ഷെ ദൈവം മറ്റൊന്ന് കണ്ടിരിക്കുമ്പോൾ എൻ്റെ നിലവുകളൊന്നുമല്ല എന്ന് ഇന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എൻ്റെ റിസൾട്ട് കാത്തിരുന്നു. റിസൾട്ട് വന്നപ്പോൾ എൻ്റെ പേര് ഷോർട്ട് ലിസ്റ്റിലാണ്. എനിക്ക് വല്ലാത്ത സങ്കടം. ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ സപ്ലിമെൻ്ററിയിലാണ്. അപ്പം അത് എത്രാമതാണ് എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞുകൂടെ. എന്തായാലും ജോലി കിട്ടാൻ സാധ്യതയില്ല എന്ന് എനിക്കറിയാം. ഞാൻ ഒരുപാട് കരഞ്ഞു. മെയിൻ ലിസ്റ്റിൽ ആദ്യമൊക്കെ പ്രതീക്ഷിക്കുന്ന ഞാനിങ്ങനെ പിന്തള്ളപ്പെട്ടു പോയ അവസ്ഥ. ഞാൻ ഒരുപാട് കരഞ്ഞു. അപ്പം അമ്മ പപ്പയൊക്കെ എന്നെ ആശ്വസിപ്പിക്കും, സാരമില്ല, പ്രായമാണ്, 21 അത്ര എന്തോ വയസ്സുള്ളൂ. അപ്പം അങ്ങനെ. പക്ഷെ ഞാനങ്ങനെയല്ല, ഒരുപാട് പ്രാർത്ഥിച്ചു. എനിക്കൊരു സർക്കാർ ജോലി വേണം. പഠിച്ചിരുന്നതൊക്കെ ഹിന്ദി സാഹിത്യാചാര്യയുടെ ബേസിൽ എനിക്ക് 1,00,000 രൂപ കൊടുത്താൽ എനിക്ക് സ്കൂളിൽ ജോലി തരാമെന്ന്. അപ്പോൾ ഞാൻ പപ്പയോട് പറഞ്ഞു, അത് വേണ്ട പപ്പ, പൈസ കൊടുത്ത് എനിക്ക് ജോലി വേണ്ട, പൈസ കൊടുക്കാതെ എനിക്ക് ജോലി തരും, അങ്ങനെ ഒരു ജോലി മതി. പപ്പയ്ക്ക് സന്തോഷമായി. അങ്ങനെ വിശ്വാസത്തോടെ ഇരുന്ന് എനിക്ക് ടെസ്റ്റ് പിന്തള്ളപ്പെട്ടു പോയി. പക്ഷെ അടുത്ത എന്താണെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ. ഞാൻ ഒരുപാട് കാരണം ദൈവത്തോട് പിണങ്ങിയിരുന്ന ചില നാളുകളും ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഞാൻ ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ദൈവം എന്നെ സ്നേഹിച്ചതുകൊണ്ട് വീണ്ടും ഞാൻ കർത്താവിനോട് അടുത്ത് വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എനിക്കൊരു ജോലി വേണം. അന്ന് ആ ജോലി നഷ്ടപ്പെട്ടതിൻ്റെ വേദന ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരുമായിരുന്നു. എന്നിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞ 1 മാസം കഴിഞ്ഞപ്പോൾ, 1 മാസമോ 1.5 മാസം കഴിഞ്ഞപ്പോൾ കൊല്ലത്ത് ഞാനൊരു ടെസ്റ്റ് എഴുതി. അന്ന് പപ്പയും ചേച്ചിയും, അന്ന് എനിക്ക് തീരെ വയ്യാതിരുന്നത് കൊണ്ട് ഹസ്ബൻഡിനൊന്ന് വരാൻ പറ്റില്ല. അപ്പം എൻ്റെ പപ്പയും ചേച്ചിയും കൂടെ എന്നോടൊപ്പം, പപ്പ ഇങ്ങനെ നല്ലതുപോലെ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, പപ്പ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും വഴി കാണിച്ചത് എൻ്റെ പപ്പയാണ്. പപ്പ എന്നോടൊപ്പം കൊണ്ട് ഞാൻ ആ ടെസ്റ്റ് എഴുതി മടങ്ങി വരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ആ ടെസ്റ്റ് എഴുതിയ കാര്യമൊക്കെ ഞാൻ മറന്നുപോയി. ജീവിതത്തിൻ്റെ മറ്റു പ്രാരാബ്ദങ്ങളുടെ ഇടയിൽ അതൊന്നും ഓർക്കാൻ എനിക്ക് പറ്റിയില്ല. പക്ഷേ എല്ലാവരും ഉറങ്ങുന്ന സമയം എൻ്റെ തലയാണോ എൻ്റെ കണ്ണുകളിൽ കൊണ്ട് കുതിർന്നിരുന്നു. ഞാൻ ഒരുപാട് എൻ്റെ പപ്പയോട് അമ്മയോട് എൻ്റെ സങ്കടം പറയുന്നു. എൻ്റെ കർത്താവിനോട് രാത്രിയാകുമ്പോഴൊക്കെ എൻ്റെ തലയാണ് നനഞ്ഞു കുതിർന്നിട്ടുണ്ട്. എനിക്കൊരു ജോലി വേണം. കാരണം എൻ്റെ സാന്ദ്ര എൻ്റെ കുഞ്ഞിനെ പോറ്റുവാൻ എനിക്കൊരു ജോലി ഇല്ല എങ്കിൽ മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. അവൾക്ക് 6 മാസം പ്രായമുള്ളപ്പോൾ ചേട്ടൻ്റെ പപ്പ മരിച്ചു. ആ 2 ആഴ്ചക്കാലം ചേട്ടൻ പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് ജോലി ചെയ്തത്. ആ ജോലി വിട്ടു നിന്ന സമയത്ത് ആ ജോലി നഷ്ടപ്പെട്ടു. ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ പോറ്റുവാൻ 5 പൈസയുടെ വരുമാനമില്ല. ഞാനും അപ്പോൾ ഒരു വർഷം ഞാൻ ലീവെടുക്കേണ്ട ഒരു അവസ്ഥ എൻ്റെ വീട്ടിലുണ്ട്. കുഞ്ഞിനെ നോക്കാൻ നാളില്ലാത്തത്. അങ്ങനെ ആ നാൾ
ആ നാളുകള് ഇടയ്ക്കിടെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന നിമിഷങ്ങളിലൊക്കെ ആ നാളുകളെ ഞാൻ ഓർക്കാറുള്ളൂ. കാരണം ഓർത്തില്ല എങ്കിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ദൈവം തന്ന നന്മയുടെ വില എത്രയെന്ന് എനിക്കറിയാതെ പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനന്ന് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കാം. ഒരു ദിവസം ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലൊന്നും ഫോണില്ല. ചേട്ടൻ്റെ വലിയപ്പൻ്റെ മകൻ്റെ വീട്ടിലാണ് ഫോൺ. അവിടെ ഒരു ഫോൺ വന്നിട്ട് പപ്പ വിളിച്ചു. ആ ചേച്ചിയോട് ഒന്ന് പറഞ്ഞു. ഞാൻ ഫോൺ എടുത്തു. ഫോൺ എടുക്കാനായിട്ട് പപ്പ എന്നെ പറഞ്ഞു, മക്കളെ അന്ന് നിന്നെ ഇങ്ങോട്ട് കൊല്ലത്ത് പോയത് ടെസ്റ്റ് ചെയ്യാൻ നിൽക്കാൻ, അതിന്റെ റിസൾട്ട് വന്നു, നീ റാങ്ക് ലിസ്റ്റിൽ 4ാമത്തെ ആളാണ്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അതിന്റെ അന്ന് പിന്നിൽ ഒരു പിയോൺ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച ഞാൻ പിന്തള്ളപ്പെട്ടു പോയതിന്റെ വേദന എത്രയോ നാളുകൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ പപ്പ ഇത് പറയും, ഞാൻ ടെസ്റ്റിന്റെ കാര്യം മറന്നുപോയി. പപ്പ പറയുകയാണ്, നീ റാങ്ക് ലിസ്റ്റിൽ 4ാമത്തെ ആളാണ്. എന്ത് പറയണമെന്നറിയാതെ ഞാനിങ്ങനെ സത്യമായി കുറെ പപ്പ ഇങ്ങനെ മക്കളെ എന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ വീണ്ടും എന്റെ സമനില വീണ്ടെടുക്കുന്ന സത്യം മക്കളെ ആ ജോലിയിലാണ് ഞാൻ ഇരിക്കുന്നത്. 2021 ഞാൻ അതേ ജോലി 5ാമത്തെ പ്രൊമോഷൻ കഴിഞ്ഞിട്ട് ഗസറ്റഡ് പോസ്റ്റിൽ ജോലി ചെയ്യാൻ ഒരു ഭാഗ്യം എനിക്ക് ദൈവമുണ്ടായി. അന്ന് എനിക്ക് എന്തുകൊണ്ടാണ് എന്നെ ജോലിയിൽ നിന്ന് പിന്തള്ളിയതെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഇന്ന് എനിക്കറിയാം എന്തുകൊണ്ടാണ്. അന്നൊരു പിയൂൺ ജോലി വില കുറച്ച് കാണുന്നവരല്ല ഞാൻ. എനിക്കറിയാം എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്. പക്ഷെ അന്നത് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ അതേ തസ്തികയിൽ ജോലി ചെയ്യുവാൻ. പക്ഷെ അന്ന് അത് ദൈവം തരാതിരുന്നത് കൊണ്ട് ഇന്ന് ഏറ്റവും നല്ലൊരു ജോലിയിലായിരിക്കാനും എവിടെ പോയാലും ഞാൻ ദൈവത്തിന്റെ മകളായെന്ന് പറയുവാനും ദൈവം എന്നെ ഉയർത്തിയിട്ടേ മക്കളെ. ഇതാണ് എൻ്റെ അനുഭവം. കാരണം ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുമ്പോൾ വേറൊരു കാര്യം, എനിക്ക് മാത്സ് കണക്കെന്ന് ഇഷ്ടമല്ല. പരീക്ഷയ്ക്ക് വേണ്ടി എങ്ങനെയെങ്കിലും ജയിക്കാൻ വേണ്ടി പഠിക്കുന്ന ആളാണ് ഞാൻ കണക്ക്. പക്ഷെ എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ഓടുന്നത് കണക്കിൽ. ഓഡിറ്റായിട്ട് ജോലി കംപ്ലീറ്റ് കോടിക്കണക്കിന് കണക്കുകളാണ് എൻ്റെ തലയിലൂടെ കയറി ഇറങ്ങി പോകുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയാം. പലരും എന്നെ വിളിച്ച് സംശയം ചോദിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ ഇത് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് തരണമേ. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇംഗ്ലീഷിന് 5 മാർക്ക് വാങ്ങിയ ആളാണ് ഞാൻ. ഇത് പറയാൻ കാര്യം, ഞാൻ നേരത്തെ എൻ്റെ PSC ടെസ്റ്റിൽ 4ാമത്തെ റാങ്കുകാരിയായിട്ട് ജോയിൻ ചെയ്തെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പഠിപ്പിച്ചാണെന്നല്ല. 5ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിന് 5 മാർക്ക് വാങ്ങിയ ഞാൻ. ഇംഗ്ലീഷ് നെയിം എടുത്ത് പഠിച്ചവളാണ് ഞാൻ. അതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ ഈ വചന ശുശ്രൂഷയൊക്കെ എൻ്റെ അനുഭവങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ദൈവസനത്തിൽ കരയുന്ന കണ്ണുനീരിന് വിലയുണ്ട്. മനുഷ്യൻ മുഖത്തിനൊത്തവണ്ണം കാണുന്നുവെങ്കിലും എൻ്റെ ദൈവം തമ്പുരാൻ ഹൃദയത്തിനൊത്തവണ്ണം കാണുന്നു. നമ്മുടെ ഹൃദയങ്ങളെ കാണുന്നവരാണ്. അതുകൊണ്ട് കണ്ണുനീരിന് ദൈവത്തിന് വിലയുണ്ട്. ദൈവം തരുമോ അമർത്തക്കുരിക്ക് വലിയൊരു അളവ് ദൈവം തരുമെന്നതിന് യാതൊരു സംശയമില്ല. പക്ഷെ ജീവിതകാലം മുഴുവൻ നന്ദിയോടിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഓരോ ദിവസവും ദൈവത്തിന് നന്ദി. ഞാൻ എൻ്റെ ജോലി കിട്ടി 2001 ഞാൻ ജോയിൻ ചെയ്താണ്. ഇന്ന് വരെ എൻ്റെ കർത്താവിന് എനിക്ക് തന്ന ജോലിക്ക് നന്ദി പറയാത്ത ഒരു ദിവസവുമില്ല. എൻ്റെ സാന്ദ്ര, എൻ്റെ മകള്, മൂത്ത മകളുടെ ഡെലിവറി സമയത്ത് ഞാൻ അവളെ പ്രസവിക്കുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായി. അവൾക്ക് ഈ മെയ് 26 വയസ്സാകും. ഇത്രയും വർഷക്കാലം അന്ന് കടന്നുപോയ വഴികളിലൂടെ അന്നത്തെ എൻ്റെ പ്രയാസങ്ങളുടെ ദൈവനെ പഠിപ്പിച്ചതിനാണ് നന്ദി എന്ന് പറയാൻ ഇന്നും ഞാൻ മറന്നിട്ടില്ല. കാരണം അത്രയേറെ ഒരു അനുഭവത്തിലൂടെയാണ് ആ ഡെലിവറി സമയത്ത് ഇന്നും ഇത്രയും 25 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്ന് ഞാനതിന് നന്ദി പറയാൻ ഞാൻ മറക്കാറില്ല. കാരണം അത്രയ്ക്ക് അനുഭവിച്ചു ഞാൻ. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. എനിക്ക് കിട്ടിയ വിഷയം എന്നത് സങ്കീർത്തനം 55-ാം അധ്യായം 22-ാം വാക്യമാണ്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തി. ഓരോ വർഷവും കഴിഞ്ഞ വർഷം കിട്ടിയ വാക്യവും അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഈ വർഷം കിട്ടിയ വാക്യം കണ്ടപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഈ വാക്യമല്ല, ഇതിന്റെ പിന്നിൽ എന്താണ് എന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തി. സങ്കീർത്തനം 55-22. ഒരുപാട് വാഗ്ദത്ത വചനങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണാം. നമ്മുടെ വീടുകളിലൊക്കെ പല വാഗ്ദത്ത വചനങ്ങളും എഴുതി വെക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. നീ നന്മ പ്രാപിക്കുമെന്നും അഭിവൃദ്ധി പ്രാപിക്കുമെന്നൊക്കെ പറ, അത് ഏറ്റെടുക്കാൻ നമുക്ക് വിഷമമില്ല. പക്ഷേ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു വാഗ്ദത്തം ലഭിക്കണമെങ്കിലും അതിന് പിന്നിൽ ഒരു വലിയ വില കൊടുക്കേണ്ടി വരും. വെറുതെ ഇരിക്കുന്ന ആളിനും നീതിയില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു വാഗ്ദത്തത്തിന് അവകാശമില്ല, അർഹതയില്ല എന്നാണ്. ഈ 55-22 അങ്ങനെ പറയുന്നത്. അതിന്റെ സെക്കൻഡ് പാർട്ട് എൻ്റെ വാഗ്ദത്ത വചനം എഴുതിയ ആ ഒരു ഇതുണ്ടല്ലോ, അതിനകത്തില്ല. 2ാമത്തെ പാർട്ട് അതിനകത്ത്. പക്ഷെ 2ാമത്തെ പാർട്ട് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നീതിമാൻ കുരുങ്ങി പോകുവാൻ അവൻ സമ്മതിക്കുകയില്ല. ആദ്യ ഭാഗം, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തി. പക്ഷെ ആർക്കാണ് ആ പുലർത്തുവാനുള്ള അവകാശമുള്ളത്? നീതിമാൻ കുരുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുക. തോന്നിയ പോലെ നടക്കുന്നവർക്കുള്ളതല്ല വേദപുസ്തകത്തിലെ വാഗ്ദത്തങ്ങളൊക്കെ. നീതിയോടെ നടന്നും ദൈവത്തിന്റെ ഹിതമായി അനുഷ്ഠിക്കുന്നു അവനാണ് വേദപുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വാഗ്ദത്തങ്ങളൊക്കെ അവകാശം പ്രാപിക്കാൻ ഇടയാകുന്ന ദൈവമക്കൾ. ഞാനും നിങ്ങൾ നീതിയോടെയാണ് നടക്കുന്നതെങ്കിൽ ഈ വാഗ്ദത്തം നമുക്ക് ഭവിക്കും. അത് സത്യമാണ്. ഒരുപാട്
പറയുന്നുണ്ട്. ഒത്തിരി വചനങ്ങൾ, പറഞ്ഞാൽ തീരാത്ത ഒരുപാട് വചനങ്ങൾ നീതിമാനെ കുറിച്ച് പറയുന്നുണ്ട്. 37-ാം അധ്യായം 1-ാം വാക്യത്തിൽ നോഹ നീതിമാനായിരുന്നത് കൊണ്ട് അവന് ജലപ്രളയത്തിൽ നിന്ന് രക്ഷ ലഭിച്ചെന്നും കാണുവാൻ സാധിക്കും. 2 ദിനവൃത്താന്ത പുസ്തകം 6-ാം അധ്യായം 23-ാം വാക്യത്തിലും യെരൂശലേം ദേവാലയത്തെ പ്രതിഷ്ഠിച്ചതിനു ശേഷം ശലോമോൻ രാജാവിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. നീ സ്വർഗത്തിൽ നിന്ന് കേട്ട് പ്രവർത്തിച്ച് ദുഷ്ടന്റെ നടപ്പം അവന്റെ തലമേൽ തന്നെ വരുത്തി പരിഹാരം ചെയ്യുവാനും നീതിമാന്റെ നീതിക്കൊത്തവണ്ണം അവന് നൽകി നീതീകരിപ്പാൻ അടിയങ്ങൾക്ക് ന്യായം പാലിച്ചു തരാണ്. ഈ വചനം കേട്ടല്ലോ, നീതിമാന്റെ നീതിക്ക് തക്കവണ്ണം കൊടുക്കണം. നീതിയുള്ളവന് ദൈവത്തിന്റെ വാഗ്ദത്തം സ്വന്തമാക്കുവാൻ കഴിയും. സങ്കീർത്തനം 34-ാം അധ്യായം 19-ാം വാക്യം. 34-ാം അധ്യായം എന്ന് പറയുന്നത് ദാവീദ് രാജാവ് അബീമേലെക്കിന്റെ മുമ്പിൽ ബുദ്ധിഭ്രമം നടിച്ച് അവിടെ നിന്ന് പുറത്താക്കി കളയുന്ന അവസരത്തില് ഞരങ്ങുന്ന വേദനയുടെ ഹൃദയഭാഗത്തോടെ പാടിയ സങ്കീർത്തനമാണ് 34-ാം സങ്കീർത്തനം. അതിന്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അസംഖ്യം എന്ന് പറഞ്ഞ സംഖ്യയില്ലാത്തത്, എണ്ണുവാൻ കഴിയാത്തത്. നമുക്കറിയാം, ഇന്ന് കുറെ നേരം കർത്താവിനോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ചാൽ ആ സമയം എന്തെങ്കിലും പ്രശ്നം വരും. ആ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്ത് ദൈവമേ നന്ദിയൊക്കെ പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ വീണ്ടും 2ാമത്തെ പ്രശ്നം നമ്മുടെ തലയിൽ വരും. വീണ്ടും കർത്താവിനോട് ചേർന്ന് ഇങ്ങനെ സത്യം പറഞ്ഞാൽ കർത്താവിൽ നിന്ന് മാറുവാനിട വരാതെ പ്രശ്നങ്ങളുടെ പുറത്ത് പ്രശ്നങ്ങൾ വന്നിട്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവമാണ് ഇതിന്റെ ഒരു മറുവശം ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇത്രയേറെ വേദനകൾ ഇല്ലായിരുന്നെങ്കിലും എന്റെ ദൈവം എത്ര നല്ലവനെന്ന് തിരിച്ചറിയാൻ എനിക്ക് കഴിയുകയില്ലായിരുന്നു. അപ്പോഴേക്കും പലപ്പോഴും പണ്ട് ഞാൻ വാവുകൊണ്ട് ചോദിച്ചത് എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്. പക്ഷെ പിന്നെ ദൈവവചനം പഠിച്ചതിന് ശേഷം വാവുകൊണ്ട് ചോദിക്കുന്നത്, എന്നാൽ ഞാൻ പറയട്ടെ, എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണം, എനിക്ക് പറ്റുന്നത് ചുമക്കാൻ എന്നെ കൊണ്ട് കഴിവില്ലാഞ്ഞിട്ടല്ല. എങ്ങനെയായിട്ട് ഞാൻ എൻ്റെ അപ്പനോട് സംസാരിക്കാം. പലപ്പോഴും ഞാനിങ്ങനെ കരഞ്ഞിട്ട് പോകുന്ന നിമിഷം, ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന നിമിഷത്തിലൊക്കെ ഞാൻ ആ എന്റെ ജോലി സ്ഥലത്ത് എത്തുന്നത് വരെ ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടേ ഞാനിങ്ങനെ മൂടി എന്നെ അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അത് എങ്ങനെയാണ് ദൈവം സംസാരിക്കാൻ. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ആ ജോലി സ്ഥലത്തെത്തി എത്രയോ സന്തോഷത്തോടെ ഞാൻ എൻ്റെ ജോലി ചെയ്യുമെന്ന് അറിയാമോ. അത്രയും സമയം ഞാൻ അതുവരെ പരാതി പറഞ്ഞിട്ട് കർത്താവിനോട് മിണ്ടാതിരിക്കുന്ന സമയത്ത് ദൈവാത്മാ അത്രയും സമയം നീ ഇങ്ങനെ പെരുമാറണം, നീ ഇങ്ങനെ സംസാരിക്കണം, നിന്റെ ഈ തെറ്റായതിന് കാരണം നീ ഇങ്ങനെ ചെയ്യരുത്, നീ ഇങ്ങനെ ചെയ്യണം, ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ പോയിട്ട് ഇങ്ങനെയാണ് പ്രവർത്തിക്കണം, നീ ഇങ്ങനെയാണ് സംസാരിക്കണം, എല്ലാം ശ്രദ്ധ വെച്ച് കേൾക്കും. സമയം കാരണം ആ സമയം നമുക്ക് മിണ്ടാനുള്ള പ്രജ്ഞ ഇല്ലാതായി പോകും എന്നുള്ളതാണ് മറ്റൊരു വശം. വീണ്ടും ഞാൻ ഇവിടെ കടന്നു വരാം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ദാവീദ് രാജാവ് വാർദ്ധക്യകാലത്ത് എഴുതിയ ഒരു സങ്കീർത്തനമുണ്ട്, 37-ാം സങ്കീർത്തനം. അതിന്റെ 25-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായിരുന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം വിലക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെയും അവകാശവും വാഗ്ദത്തം ഉണ്ടാകുന്നത് നീതിമാന് വേണ്ടിയിട്ടാണ്. ബാലനായിരുന്ന ഒരു രാജാവ് വൃദ്ധനായിരുന്നു. അപ്പോൾ ഇത്രയും കാലഘട്ടത്തിലാണ് ദാവീദ് രാജാവ് കാണാതിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം വിലക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. പ്രിയദൈവമക്കളെ, ഇതൊക്കെ എന്തുമാത്രം ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞാൽ മതിയാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നീതിമാന് ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു ദൈവം നൽകുന്ന നന്മ മറ്റുള്ളവരൊക്കെ നമ്മളെ കാണുമ്പോൾ അവൻ അങ്ങനെയില്ല, അവൻ ഇങ്ങനെ എന്നൊക്കെ പറയുമെങ്കിലും ദൈവം നമുക്ക് തരുന്ന പ്രതിഫലം എന്ന നിത്യതയെക്കാളും വലിയൊരു പ്രതിഫലം ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ച ഒരു മനുഷ്യനും ലഭ്യമാകുവാനില്ല. സങ്കീർത്തനം 5:12 ഇങ്ങനെ പറയുന്നു, യഹോവേ നീതിമാൻ അനുഗ്രഹിക്കും, പരിച കൊണ്ടെന്ന പോലെ ദയ കൊണ്ട് അവനെ മറിക്കും. പരിച കൊണ്ടെന്ന പോലെ സംരക്ഷിക്കപ്പെടുന്ന ഒരു അനുഭവം നീതിമാൻ ഉണ്ടാവും. ഏത് പ്രശ്നങ്ങളുടെ നടുവിലും പ്രതികരിക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിയാതെ, ചിലപ്പോൾ പ്രതികരിച്ചെന്ന് വരും, അത് പ്രശ്നമാകും. പ്രതികരിക്കാൻ പറ്റാതെ, ഒരു വാക്കുപോലും മിണ്ടാൻ പറ്റാതെ കണ്ണുനീര് കൊണ്ട് രാത്രികൾ കഴിച്ചു കൂട്ടുന്ന ചില ദിവസങ്ങൾ നിങ്ങളുടെയും എന്റെയും ഒക്കെ ജീവിതത്തിലുണ്ട്. പക്ഷെ അത് മൗനം പാലിക്കുന്ന പല സമയത്തും നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ നമുക്കൊരു പരിചയമായി വാളുകൊണ്ട്, സാത്താന്റെ വാളുകൊണ്ട് വെട്ടേക്കാതെ പരിചയമായി നിൽക്കുന്ന ദൈവം തമ്പുരാൻ എനിക്കും നിങ്ങൾക്കുണ്ട്. എന്നൊക്കെ വളരെ നിങ്ങൾക്ക് അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. അങ്ങനെ പരിചയ കൊണ്ടെന്ന പോലെ മറിക്കും. യഹോവേ നീതിമാൻ അനുഗ്രഹിക്കും, പരിചയ കൊണ്ടെന്ന പോലെ നിതയെ കൊണ്ട് അവനെ മറിക്കും. 92-ാം സങ്കീർത്തനത്തിന്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നീതിമാൻ പന പോലെ തഴയ്ക്കും, നീതിമാൻ പന പോലെ തഴയ്ക്കും. ഒരു ചെടി തഴച്ചു വളരണമെങ്കിൽ അതിന്റെ വേര് ആഴത്തിലോട്ട് പോകണം, അതിനാവശ്യമായ വളം അതിന് കിട്ടണം, ആവശ്യമായ വെളിച്ചം അതിന് കിട്ടണം, ആവശ്യമായ എല്ലാം അതിന് വെയിൽ അതിന് കിട്ടണം. പ്രിയദൈവമക്കളെ, നീതിമാൻ പന പോലെ തഴയ്ക്കും. ഒരു തഴച്ചു വളരണമെങ്കിലും ഒരു മനുഷ്യന്റെ വേരുകൾ ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകണം. വെറുതെ വേദപുസ്തകം വായിക്കാൻ എനിക്കും കഴിയും, നിങ്ങൾക്ക്. പക്ഷെ വേദപുസ്തകത്തിന്റെ ആഴങ്ങൾ പഠിക്കുവാൻ ഒരു വ്യക്തി കഴിയണമെങ്കിലും അവന്റെ ഉള്ള ദൈവാത്മാവും വേണം. തീർച്ചയായും ദൈവാത്മാവ് ഉള്ള ഒരു മനുഷ്യന് മാത്രമേ വേദപുസ്തകത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടും എനിക്കതിൽ നിന്ന് എന്ത് നിധി കിട്ടുമെന്ന് പറയാൻ പറ്റുള്ളൂ. അതിന്റെ മുത്തുകൾ എടുത്ത് പന്നിയുടെ മുട്ടെടുക്കുന്നൊരു വാക്യമുണ്ടല്ലോ. എന്നെ പെട്ടെന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ ഈ ക്രിസ്മസ് ഫംഗ്ഷൻ ഓഫീസിൽ ഒത്തിരി പേര്, കുറച്ചുപേരൊക്കെ ക്രിസ്ത്യൻ പാട്ട് പാടി
കഴിഞ്ഞ ഒരു പയ്യൻ ജയപ്രകാശ് എന്ന് പറഞ്ഞൊരു പയ്യനാണ്, അതിനും എൻ്റെ സെയിം റാങ്കിലുള്ള കുട്ടി. അപ്പം അവൻ പാട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ ആരോ അവനോട് തന്നെ ക്രിസ്മസ് സന്ദേശം ആരെങ്കിലും പറയും. അപ്പം ഞാനൊന്നും മിണ്ടിയില്ല. അപ്പം നമ്മളോട് പറയാതെ കയറി പറയുന്നത്ര ശരിയില്ല. അപ്പോൾ അവനന്ന് ക്രിസ്മസ് സന്ദേശം പറഞ്ഞു കേട്ടപ്പോൾ സത്യം പറഞ്ഞു കയ്യില്ല. ഒരു ദൈവത്തെ അറിഞ്ഞ ഒരാളാണെങ്കിൽ നല്ല ചെറുപ്പത്തിൽ അടി കൊടുക്കാൻ തോന്നുന്ന ഒരു സന്ദേശം പറഞ്ഞതാണ്. AD എന്നും BC എന്നും തിരിഞ്ഞു. അവർ അതിൻ്റെ നിലക്ക് പറഞ്ഞു, എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു. അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. അതൊരു യുഗപുരുഷനായിട്ട് യേശുക്രിസ്തു. പക്ഷെ അവിടെ മൗനം പാലിക്കാനാണ് എനിക്ക് തോന്നിയത്. കാരണം വചനം പന്നികളുടെ മുമ്പിൽ മുത്തിടാൻ പാടില്ലല്ലോ. ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ തലമുറ. അത് ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. യേശുവിനെ കുറിച്ച് എന്താണെന്ന് ചോദിച്ചതൊക്കെ ഇതൊക്കെ അറിയാവുള്ളൂ പറയാൻ. സങ്കീർത്തനം 55:17 വാക്യത്തിൽ നീതിമാന്റെ അനുഭവം നമുക്കവിടെ കാണുവാൻ സാധിക്കും. എങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് വാഗ്ദത്തം പ്രാപിക്കുക, എങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുക അവിടെ കാണുവാൻ സാധിക്കും. വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച കരയും അവൻ എൻ്റെ പ്രാർത്ഥന കേട്ടു. പ്രിയ ദൈവമക്കൾ, ഒരു ദൈവപൈതലിന് ഏറ്റവും വേണ്ട അത്യാവശ്യ ഗുണമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇവിടെ 3 നേരം പറയുന്നു, വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും. ഞാൻ ചോദിക്കട്ടെ, 2 നേരം മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നു? ദൈവത്തിന്റെ സന്നിധിയിലും മുട്ടുമടക്കി കുടുംബത്തിന് വേണ്ടി കരയുവാൻ, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനില്ല, പ്രാർത്ഥന ജൽപ്പനമാണ്, പ്രാർത്ഥിക്കുവാനില്ല, കുടുംബത്തിന് വേണ്ടി കരയുവാൻ 2 നേരം രാവിലെയും വൈകിട്ടും കരയുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ജോലിയുള്ളവരോട് ഞാൻ ചോദിക്കട്ടെ, ഉച്ചയ്ക്ക് ഉണ്ട് കഴിഞ്ഞിരിക്കുന്ന സമയം എല്ലാവരുടെ മധ്യത്തിലായാലും ശരി, കണ്ണു തുറന്നായാലും ശരി, ഒന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവം വഴിതെറ്റി പോകാതെ എന്നെ കാക്കണം എന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നു. ഒരുപാട് പേരും അന്ത്യകാലം നോഹയുടെ കാലം പോലാകുമെന്ന് വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ക്രിസ്ത്യാനികളെന്ന് അഭിമാനിച്ച് നടക്കുന്ന ഒരുപാട് പേർ ദൈവരാജ്യത്തിൽ കാണുകയില്ല എന്ന് ദൈവമക്കളെ മറന്നു പോകരുത്. വേദപുസ്തകത്തിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് മുൻപ് ചുങ്കക്കാരും വേശ്യകളും ദൈവരാജ്യത്തിൽ പന്തിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞുവെങ്കിലും ഞാൻ നിങ്ങളുമൊക്കെ തള്ളപ്പെടാൻ സമയമേ. അതുകൊണ്ട് വീണു പോകാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. രാവിലെയും വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയണം. കരച്ചിലെന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ദൈവം ചെയ്ത് തന്നെ നന്മകൾ ഓർക്കുമ്പോഴാണ് കരച്ചിലെന്ന് പറയുന്നത്. ഞങ്ങൾക്ക് രണ്ടാമതൊരു മകൻ ഉണ്ടായിരുന്നു. ഇവിടെ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിഞ്ഞു. മൂത്ത മകൾ സാന്ദ്രയ്ക്ക് ശേഷം അവൾക്ക് 4 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞങ്ങൾക്കൊരു മകൻ ജനിച്ചു. സ്വാഭാവികമായും ആദ്യത്തേത് മകളാണ്, രണ്ടാമതൊരു മകനാണ്. അത് എമർജൻസി ആയിട്ടൊരു സിസേറിയൻ ആയിരുന്നു. എനിക്ക് പെട്ടെന്ന് SCTയിൽ വിട്ടിട്ട് ഇവിടെ വെച്ചൊരു സിസേറിയൻ കഴിഞ്ഞൊരു കുഞ്ഞ് വിട്ടു. അപ്പോൾ ഓർമ്മയൊക്കെ വന്നു. അത് കഴിഞ്ഞ് 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയത്. ഒരമ്മയ്ക്കും താങ്ങാനാവാത്ത വിധമായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ. 2 കണ്ണിന് കാഴ്ചയില്ലായിരുന്നു, 2 കൈകളിലെ വിരലുകൾ ഇങ്ങനെ ഒട്ടിയിരുന്നു, ഹൃദയത്തിൽ 2 ഹോളം ഉണ്ടായിരുന്നു, ശ്വാസനാളത്തിന് വളർച്ച കുറവായിരുന്നു. ഇങ്ങനെ ഒരുപാട് അനോമലീസ് ഉള്ള, ഒരുപാട് വൈകല്യങ്ങളുള്ള ഒരു കുഞ്ഞാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ആ നാളുകളിൽ സിസേറിയൻ്റെ ഒരു ഹാങ് ഓവർ വിടുന്നതിന് മുൻപ് തന്നെ ഈ കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്ത, കരയണമോ ചിരിക്കണമോ എന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥ. അവനെ കിട്ടിയത് മുതലും 3.5 മാസം ഇനി കാണിക്കാൻ ഡോക്ടർമാർ ഒരുപാട് ഡോക്ടർമാരുടെ അടുത്ത് കാര്യങ്ങളെയും ഒരമ്മയും തന്റെ കുഞ്ഞ് മരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുകയില്ല. ഇങ്ങനെ അവസ്ഥയിൽ മരിച്ചു പോകണമെന്ന് ഒരമ്മയും ആഗ്രഹിക്കുകയില്ല. അവസാനം ഒരുപാട് ഡോക്ടർമാർ കഴിഞ്ഞിട്ട് ന്യൂറോ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞും ഞാനും എൻ്റെ ഹസ്ബൻഡും ചേച്ചിയും പപ്പയുമായിട്ട് എൻ്റെ കൊച്ചിൻ്റെ മകൻ്റെ കാറിലാണ് മെഡിക്കൽ കോളേജിൽ ഒരു ഏറ്റവും ഫേമസ് ആയ ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് നമ്മളിങ്ങനെ കുറേ സ്കാനിങ്ങെ കൊണ്ട് സത്യമായിട്ട് എൻ്റെ കുഞ്ഞിന് ശരിക്കും എന്താണെന്ന് സത്യത്തിലാണ് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല. അങ്ങനെ ഒരു മാനസികാവസ്ഥ അല്ലായിരുന്നു എനിക്ക്. അവിടെ പോയി ഈ സ്കാനിങ് റിപ്പോർട്ടൊക്കെ കാണിച്ചിട്ട്, CT സ്കാൻ റിപ്പോർട്ടൊക്കെ കാണിച്ചിട്ട് ഞാൻ ഡോക്ടർ ഇങ്ങനെ സ്കാൻ നോക്കിക്കൊണ്ടിരിക്കും. ഏതൊരമ്മയുടെയും ആകാംക്ഷ പോലെ ഞാൻ ആ ഡോക്ടറോട്, കുഞ്ഞിൻ്റെ മടിയിലിരിക്കും, ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എൻ്റെ കുഞ്ഞിന് എങ്ങനെയുണ്ട്? ആ ഡോക്ടർ എടുത്ത വായിലെ പറഞ്ഞൊരു മറുപടിയുണ്ട്, തലച്ചോറ് പകുതിയില്ലാത്തൊരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടാണ് നിങ്ങൾ കുഞ്ഞിനെ പറ്റി എന്നോട് ചോദിക്കുന്നത്. ഒരുപാട് പള്ളികളില്ല, 2.5 വർഷം ഞാൻ വിട്ടു നിന്നല്ലോ. അതിനുശേഷം ഒരുപാട് പള്ളികളിൽ ചില പള്ളികളിൽ പറയാൻ എനിക്ക് മനസ്സിൽ വരും. അപ്പൊ ഞാൻ പറയാറുണ്ട്, ഒരു ഡോക്ടർമാരും ഒരു രോഗിയോട് ഇങ്ങനെ സംസാരിക്കരുത്. തലച്ചോറ് പകുതിയില്ലാത്തൊരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടാണോ നിങ്ങൾ കുഞ്ഞിനെ? ആ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ എവിടെയൊക്കെ തറച്ചു. തിരിച്ചിറങ്ങുമ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല. എൻ്റെ കൂടെ വരുന്ന ആരും, എൻ്റെ ഹസ്ബൻഡ്, പപ്പയോ ചേച്ചി ഒന്നും സംസാരിച്ചില്ല. ഞങ്ങൾ കാറിൽ കയറി തിരിച്ച് ആ കാർ ഒരാളും തിരിച്ച് വീട്ടിൽ വരുന്നത് വരെ ആരും ഒന്നും സംസാരിച്ചില്ല. വീട്ടിൽ വന്ന് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ പടിയിലിരുന്നു. പപ്പ എൻ്റെ കൈ പിടിച്ചു. ഞാൻ എണീറ്റ് പോയില്ല. എന്ന് ഒരു കരയട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ബാക്കി കാര്യം വീട്ടിനകത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് വീണ്ടും അമ്മ എന്നെ വന്ന് കൈ പിടിക്കുമ്പോൾ ഞാനൊരു മാനസിക രോഗിയായി മാറിക്കഴിഞ്ഞു. ആ ഡോക്ടറുടെ ഒരു വാക്ക് എന്നെ ഏതൊക്കെയോ തലങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോയി. ഇവരെന്നെ ബലമായി പിടിച്ച് വീട്ടിനകത്തോട്ട് കയറുമ്പോൾ ശരിക്കും പൂർണ്ണമായൊരു മാനസിക രോഗിയായി മാറി. ഞാൻ കരയാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ചിരിക്കാൻ
ശ്രമിക്കും. എൻ്റെ ഉള്ളിലറിയാം എനിക്ക് ചിരിക്കണം, പക്ഷെ ഞാൻ ഇവരെ മുഖത്ത് നോക്കി കുഴപ്പമില്ല എന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ ഞാൻ അലറിയാലും തിരിച്ച് ഞാനൊന്ന് കരയണമെന്ന്, ഞാൻ കണ്ണൊന്ന് നനയണമെന്ന് വിചാരിക്കുമ്പോൾ ഞാൻ ഉറപ്പ് ചിരിക്കും. ഇവരെല്ലാവരും പരിഭ്രമിച്ചു പോയി. അന്ന് ആശാനുള്ള CSI ചർച്ച, അന്ന് വൈകിട്ട് ആരാധന നടക്കുന്ന സമയം എൻ്റെ വീട്ടിലൊരു കൂട്ടക്കരച്ചില്ല. എൻ്റെ ചേച്ചിയും കുടുംബമൊക്കെ ഓടി എൻ്റെ വീട്ടിൽ വന്നു. അന്ന് ഏകദേശം 4 വയസ്സുള്ള എൻ്റെ മോള്, എൻ്റെ ഭർത്താവ്, ഇവരൊക്കെ നോക്കി എന്നെ ഉറപ്പ് കരയുന്നത് എനിക്ക് കാണാം. പക്ഷെ അവരാശ്വസിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥ. അവരൊന്ന് വിളിക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു ഭ്രാന്തിയെ പോലെ കാര്യം. അവരൊക്കെ എന്നെ കണ്ട് ഞെട്ടിപ്പോയി. എല്ലാവരും എൻ്റെ സഹോദരങ്ങളും ആ പള്ളിയിൽ നിന്ന് ആരാധനയ്ക്കിരുന്ന എല്ലാവരും എൻ്റെ വീട്ടിൽ വന്നു. അവരെല്ലാവരും പാടുമാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. ആ രാത്രി എൻ്റെ വീട്ടിൽ ആരും ഉറങ്ങിയില്ല, ഞാനും ഉറങ്ങിയില്ല. രാവിലെ ആയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചെല്ലാൻ കൊണ്ട് പ്രസംഗിയാരും, ആ പ്രസംഗിയാരും പോയി കാണണമെന്ന് എനിക്കൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ എഴുതി ഫലിപ്പിക്കുവാനോ പറയുവാനോ എനിക്ക് കഴിയില്ല, ശരിക്കും ഒരു ഭ്രാന്തിയും. പക്ഷെ എൻ്റെ മനസ്സിലെ ആഗ്രഹം ഒരു മനുഷ്യനും കണ്ടില്ലായിരുന്നു. എൻ്റെ വലിയവനായ ദൈവം കണ്ട് പപ്പയുടെ മനസ്സിലൊരാലോചന കൊടുത്ത പ്രസംഗിയാരുടെ അടുക്കലേക്ക് ഒന്ന് പോകും. ഒരുപാട് വാർദ്ധക്യ അവസ്ഥയിലാണ് പ്രസംഗിയാരും. പപ്പ പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും അവിടെ പോയി. എൻ്റെ വീട്ടിൽ എല്ലാവരും ഞങ്ങൾക്ക് ടെമ്പോ ഉണ്ട്, അതിലെല്ലാവരും ഞാനുമായിട്ട് പ്രസംഗിയാരുടെ അടുത്ത് പോയി. എവിടെയെങ്കിലും ഒരുപാട് സ്റ്റെപ്പ് കയറും, മുകളിലാണ് പ്രസംഗിയാരുടെ വീട്. അന്ന് വാർദ്ധക്യ അവസ്ഥയിൽ ചെല്ലമുറിയിലെ കസേരയിൽ ഇരിക്കുകയാണ്. പപ്പ വിളിച്ച് പറഞ്ഞിരുന്നു മകൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്. പിന്നെ ഒരുപാട് സ്നേഹിച്ചൊരു മനുഷ്യൻ, എൻ്റെ സ്വന്തം മകളെ പോലെ സ്നേഹിച്ചൊരു മനുഷ്യനാണ്. ഞാനിങ്ങനെ പോയി പ്രസംഗിയാരെ കണ്ടതും ഞാൻ പപ്പ വിളിച്ച് പറഞ്ഞ സമയം മുതൽ കണ്ണുനീരുള്ള മനുഷ്യൻ വാർദ്ധക്യത്തിലുള്ള മനുഷ്യൻ കണ്ണുനീരോടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാനവിടെ കയറി ആ സ്റ്റെപ്പ് എൻ്റെ കയ്യിൽ ആരോഗ്യം പിടിച്ചിട്ടുണ്ട്. ഞാനവിടെ പ്രസംഗിയാരുടെ റൂമിൽ ഇങ്ങനെ കയറുമ്പോൾ പ്രസംഗിയാർ എന്നെ നോക്കി മക്കളെ എന്നെ ഒരു കരഞ്ഞുകൊണ്ടുള്ളവർ ഞാൻ ഓടിപ്പോയിട്ട് ആ തറയിരുന്ന പ്രസംഗിയാർ ഇങ്ങനെ കസേരയിലിരിക്കാം. ഞാൻ താഴെ ഇരുന്നിട്ട് എൻ്റെ മുഖം പ്രസംഗിയാരുടെ മടിയിൽ വെച്ചിട്ട് ഞാൻ ഏങ്ങി കരഞ്ഞു. അപ്പോൾ എനിക്ക് ആ 1.5 ദിവസത്തിന് ശേഷം കരയാൻ എനിക്ക് എത്ര നേരം കരഞ്ഞാലെന്ന് എനിക്കറിഞ്ഞു. ഒരുപാട് നേരം കരഞ്ഞു. ആ മനുഷ്യൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ആ കണ്ണുനീർത്തുള്ളതിന്റെ തലയിൽ വീണു. ആ മനുഷ്യൻ പ്രാർത്ഥന, ഞാൻ വാർദ്ധക്യത്തിലുള്ള ഒരു മനുഷ്യനാണ്, എന്റെ ജീവനെ എടുത്തിട്ട് ഇവൾക്ക് ജീവനെ കൊടുക്കണം, നിനക്കായി ജീവിപ്പാൻ ഇവൾക്ക് ജീവനെ കൊടുക്കണം. പ്രിയ ദൈവമക്കളെ, എന്റെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന ആ വാർദ്ധക്യ നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന ഏറെ കാര്യം. അതാണ് ഞാൻ ആദ്യം സാറും ഞാനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ഞാൻ പങ്കുവെച്ചത്. ആ മനുഷ്യന്റെ കണ്ണുനീരിന്റെ തലയിൽ വീണിട്ട് ഞാൻ അവിടെ നിറങ്ങി വരുമ്പോൾ ശരിക്കും സുബോധമുള്ളവരുകളായിട്ട് ഞാൻ പോകുന്നു. പ്രിയ ദൈവമക്കളെ, എത്രയോ പ്രാവശ്യം പിശാചിനെ തുലയ്ക്കുവാൻ നോക്കിയത് നാടൻ ഭാഷ വേണം ഉപയോഗിക്കും, പക്ഷെ ദൈവമെന്നെ വിട്ടുകൊടുക്കില്ല. ഇന്നെനിക്കറിയാം, അന്നൊക്കെ ഞാനിങ്ങനെ വേദനയോടെ നടക്കുമ്പോൾ ആ വേദനയിൽ ഞാൻ നടക്കുകയില്ലായിരുന്നു, കർത്താവിന്റെ കരങ്ങളിലായിരുന്നു. ആ കർത്താവിന്റെ കരത്തിലിരുന്നുകൊണ്ടാണ് ഞാൻ കരഞ്ഞതെന്ന് എനിക്കറിയാം. എണ്ണി പറഞ്ഞാൽ എന്തുകൊണ്ട് ഞാൻ എൻ്റെ അപ്പനെ എത്ര സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളും ചിന്തിച്ചു പോകും, ഇവളെങ്ങനെ ദൈവത്തെ സ്നേഹിക്കാതിരിക്കും. ഭ്രാന്തിയായി ജീവിക്കാമായിരുന്നു എനിക്ക്. ഞാൻ ഭ്രാന്തിയായി പോയി. എൻ്റെ ജോലി പോലും ആർക്കും കിട്ടത്തില്ല, ജോലി പോലും ആർക്കും കിട്ടില്ല. എന്നിട്ട് 3.5 മാസമാകാറായപ്പോൾ എൻ്റെ കുഞ്ഞിനെ, അതും കൂടെ പറഞ്ഞാൽ ദൈവത്തിന് ഒരു അത്ഭുതം നിങ്ങളോട് പറയുവാൻ പറ്റുകയുള്ളൂ. അവൾ ആ 3.5 മാസം പ്രായം ഏകതായപ്പോൾ അവനൊരു ഇൻഫെക്ഷൻ വരാൻ പാടില്ല. ഡോക്ടറെ വിളിച്ചപ്പോൾ നേരെ SIT കൊണ്ടുപോകുമ്പോൾ അവനെ സ്പെഷ്യൽ ICUവിൽ അഡ്മിറ്റ് ചെയ്തു 13 ദിവസം. ആദ്യം 1-2 ദിവസങ്ങളിൽ എൻ്റെ ചേച്ചിയും എൻ്റെ മൂത്ത ചേട്ടത്തെയും എൻ്റെ മകൻ്റെ അടുത്തിരുത്തുവാൻ അവർ സമ്മതിച്ചില്ല. 3-ാമത്തെ ദിവസം ഞാൻ അമ്മയുടെ ഇടിച്ചു കയറി ഞാൻ അവരാദ്യം. പിന്നെ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അവരെന്നെ അവിടെ ഇരുത്താത്തത്. കാരണം ഇവനൊരു സ്പെഷ്യൽ ചൈൽഡാണ്. അവന് ഡോക്ടർമാർ അവൻ ജനിച്ചത് മുതൽ അവൻ മരിക്കുന്നത് വരെ അവൻ്റെ ബ്ലഡ് ഈ ലോകത്തിൽ എവിടെയൊക്കെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെയൊക്കെ എന്തുകൊണ്ട് അവന് ഇങ്ങനെ ഒരു അസുഖം, ഇങ്ങനെ ഒരു പ്രശ്നക്കാരനായിട്ട് എൻ്റെ കുഞ്ഞിൽ. പക്ഷെ ഇവർ വിചാരിക്കുന്ന ഒന്നും റിസൾട്ട് വരുമ്പോൾ കാണില്ല. അവർ ആപ്പാടാണ്. ഇവനൊരു സ്പെഷ്യൽ കുട്ടിയായതുകൊണ്ട് ഒരുപാട് മെഡിക്കൽ സ്റ്റുഡൻസാണ് അതിന് പിന്നെ ഒരുപാട് പറഞ്ഞ പോലെ ഒരുപാട് സമയം എനിക്ക് വേണ്ടി വരും. ഒരുപാട് കഥയുണ്ട്. ഡോക്ടർമാർ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയിട്ട് വരുന്ന കുട്ടികൾ കൂട്ടെ എല്ലാവരും വരുമ്പോൾ ഈ കുഞ്ഞിനെ പഠിക്കാനായിട്ടാണ് വരണം. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആകപ്പാട് അസ്വസ്ഥ. കാരണം ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ ഇവർ വന്ന് യാതൊരു ദയയും ദാക്ഷിണ്യവും തട്ടി ഉണർത്തി എനിക്കിങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അവസാനം ഞാൻ ഇവരെ കാണുമ്പോൾ ഞാൻ ആ കുഞ്ഞിനെ ഞാൻ എന്നിട്ട് പറയും, ഞാൻ ശരിക്കും ഒരു അമ്മയായി മാറി. ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ തുടരുത്, ഇതിനെക്കുറിച്ചുള്ള എന്ത് ലോകത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ തുടരുത്. അവസാനം അവർക്ക് പേടിയായി. അപ്പോൾ അവർ ചോദിക്കുക, നിങ്ങൾ പഠിച്ചതാണ് ജോലിയും പഠനവും ഒരു അമ്മയ്ക്ക് മാത്രമല്ല, എൻ്റെ കുഞ്ഞ് അതിനേക്കാളൊക്കെ വലുത്. അവസാനം 13 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ അസുഖം കണ്ടിട്ട് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി. ഞാൻ ഒന്ന് പുറത്തു പോയി. അപ്പം നേരെ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ അകത്തേക്ക് വരുമ്പോൾ നഴ്സുമാരും അവിടെ നിന്ന് ആരും എന്നെ അകത്തോട് കയറ്റി വിട്ടില്ല. ഞാൻ ബഹളം വെച്ചു, എനിക്ക് പോകണം, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം. അപ്പോൾ എൻ്റെ ചേച്ചിയും ചേട്ടത്തെയൊക്കെ അകത്തിരുന്ന് അവരിങ്ങനെ റിക്വസ്റ്റ് ചെയ്തു, നീ ഒന്ന് പുറത്തു പോകും. ഞാൻ സമ്മതിച്ചു, എനിക്ക് അകത്ത് പോകണം. പക്ഷേ എന്നെ ബലമായിട്ട് ഒരു പിടിച്ച് നിർത്തി. ഞാനിങ്ങനെ ക്ലാസ്സിൽ കൂടെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കുഞ്ഞിന് എന്തൊക്കെയോ സംഭവിക്കുകയാണ്. ഡോക്ടർമാരും നഴ്സുമാരൊക്കെ കൂടെ നിൽപ്പുണ്ട്. എൻ്റെ ചേച്ചിയും എല്ലാവരും ചേട്ടത്തിയോ താനെടുത്തുണ്ട്. എനിക്ക് ഒരു നിൽക്കക്കളിയിൽ ഞാൻ ഓടിപ്പോയിട്ട് ICUവിൻ്റെ വെളിയിൽ കുതിരിപ്പുകാരിക്കാൻ എനിക്ക് സ്ഥലമുണ്ട്. ഞാൻ
കർത്താവേ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണ്ട. അവനെ ഇത്രയും കഷ്ടപ്പാടോടെ ഭൂമിയിൽ വളർത്തുവാൻ ഞാൻ അശക്തയാണ്, എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ ജീവനെ നീ എടുക്കണം. എന്നായാലും നീ എന്നെ ഈ ഭൂമിയിൽ നിന്ന് വിളിക്കുമ്പോൾ ഞാൻ അവിടെ വന്ന് എൻ്റെ കുഞ്ഞിനെ സന്തോഷത്തോടെ ഞാൻ കാണണം. ഇങ്ങനെ പറഞ്ഞ് എത്ര നേരം പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ വരുമ്പോൾ നീതിയോടെ ജീവിക്കാൻ എനിക്ക് കഴിയണം. നിത്യരാജ്യത്ത് വന്ന് ഞാൻ അവരെ കാണും. നിന്റെ ദൂതന്മാരുടെ കയ്യിൽ അവർ സൗഖ്യമുള്ളവരായി വസിക്കും. ഈ ലോകത്തിൽ എനിക്ക് അവനെ വേണ്ട, നീ എടുക്കണം. എത്ര നേരം കരഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എപ്പോഴോ 13 ദിവസമായി ഞാൻ ഉറങ്ങിയിട്ടും എപ്പോഴോ ഞാനിങ്ങനെ ഗാഠനിദ്രയിലായി. വെളുപ്പിനെ 4:30 ഞാൻ ഞെട്ടി ഉണങ്ങി. എവിടെ സ്ഥലകാല ബോധ്യമില്ലാതെ ഞാൻ ഉണർന്നിങ്ങനെ കിടന്നിട്ട് ഞാനിങ്ങനെ കണ്ണു തുറന്ന് നോക്കുക. ആ കുത്തിരിപ്പ് മുറിയിലാണ് ഞാൻ എങ്ങനെ എവിടെയൊക്കെ കിടന്നു. ഞാനിങ്ങനെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ എൻ്റെ രണ്ടാമത്തെ അണ്ണൻ ഇതിനെ എൻ്റെ മുമ്പിൽ നിൽക്കുക. അതിങ്ങനെ നോക്കുമ്പോൾ അണ്ണൻ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചാൽ എവിടെയാണ് എനിക്കൊരു, ഞാൻ പറഞ്ഞില്ലേ 13 ദിവസത്തിന് ശേഷം ഞാൻ ഉറങ്ങുമ്പോൾ എനിക്കൊരു ബോധമില്ലാത്ത ഉറക്കമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എവിടെയാണ്. അപ്പം അണ്ണ എൻ്റെ കൈ പിടിച്ചിട്ട് ചോദിച്ചു എൻ്റെ ചോദിച്ചു. പെട്ടെന്ന് ഞാനിങ്ങനെ ചാടി എണീറ്റപ്പോൾ എനിക്ക് മനസ്സിലായി ഹോസ്പിറ്റലാണ്. ഞാൻ പെട്ടെന്ന് ചോദിച്ചു, എന്നാ എൻ്റെ പിള്ള മരിച്ചില്ലേ? ഞാൻ ഒന്നും മിണ്ടിയില്ല. എൻ്റെ അടുത്തിരുന്നു. അങ്ങനെ എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടാണ് കാര്യം. ആശുപത്രിയിലെ ചാർജ് ഞാൻ വീട്ടിൽ എത്തി. എൻ്റെ കുഞ്ഞ് മരിച്ചു പോയി. വേറെ അവിടെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് അന്ന് എനിക്ക് മെറ്റേണിറ്റി ലീവ് 4.5 മാസം കഴിയുമ്പോൾ ഞാൻ എൻ്റെ മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞിട്ട് ഞാൻ ജോയിൻ ചെയ്യണം. പക്ഷെ എനിക്ക് ഓഫീസിൽ പോകാൻ മടി. കാരണം എന്തെന്നറിയാം, ഞാൻ ട്രെയിനിലാണ് പോകുന്നത്. ട്രെയിനിൽ ഏകദേശം പേരിൽ എനിക്ക് സുഹൃത്തുക്കൾ എല്ലാവരോടും ഞാൻ സംസാരിക്കും. വിശേഷങ്ങൾ ഓഫീസിൽ എൻ്റെ സെക്ഷനിൽ 18 പേര്, ഒരു കുട്ടി ഒഴികെ ബാക്കി എല്ലാം എൻ്റെ മൂത്ത ആളുകൾ. അവരോടൊക്കെ ഞാനിങ്ങനെ ഒത്തിരി ഫ്രണ്ട്ലിയാണ്. എല്ലാവരുമായിട്ട് സ്നേഹം പങ്കുവയ്ക്കും. അപ്പം ഇവരോടൊക്കെ കുഞ്ഞാണോ പെണ്ണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയും? എൻ്റെ കുഞ്ഞ് മരിച്ചു പോയെന്ന് ഞാനിങ്ങനെ പറയും. ആ ഒരൊറ്റ ചോദ്യം പേടിച്ചിട്ട് ഞാൻ ജോലിക്ക് പോകുവാൻ ഭയപ്പെട്ട് പേടിയുണ്ട്. അപ്പോൾ എൻ്റെ ഓഫീസിലുള്ളവരെല്ലാം പറഞ്ഞു, പപ്പയോട് വിളിച്ച് പറയണ്ട, ആരുടെ വീട്ടിൽ ഇരിച്ചിട്ട് അവർ ജോലിക്ക് വരട്ടെ, അവിടെ റിക്കവറാണ്, ജോലിക്ക് വരട്ടെ. ജോലിക്ക് ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരെ എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് വീട്ടിലുണ്ട്. എൻ്റെ പപ്പ 24 മണിക്കൂറും എൻ്റെ അടുത്ത് സംസാരിക്കും. പക്ഷെ അതൊന്നും എൻ്റെ ചെവിയിൽ കേട്ടില്ല. എല്ലാവരും എന്നെ ഓർത്ത് കരയണ്ട. ഞാനിങ്ങനെ കല്ല് പോലെ ഇരിക്കുന്നതല്ലാതെ ഒരാശ്വാസവചനങ്ങളും എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിപ്പോയില്ല. ഒരുപാട് ചോദ്യങ്ങൾ മാത്രം എൻ്റെ മനസ്സിൽ ബാക്കിയായിരുന്നു. ഒരു ദിവസം പപ്പ ഞാനിങ്ങനെ ഞങ്ങളുടെ വീട്ടിന് മുന്നിൽ ബദാം മരമുണ്ട്. അതിന് താഴെ പപ്പ ഇങ്ങനെ ബെഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ബെഞ്ചിൽ ഞാൻ എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ ഏറെ ഇഷ്ടം. ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പപ്പ എൻ്റെ അടുത്ത് വന്നിട്ട് പപ്പ എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ കേട്ടില്ല. പപ്പ ബൈബിൾ എപ്പോഴും പപ്പയുടെ സ്വഭാവം ബൈബിൾ എടുത്ത് എൻ്റെ കൈ തരും, വായിലെന്ന് പറയും. അന്നെടുത്ത് എൻ്റെ കൈ തന്നത് പപ്പ ഏതോ ഒരു ഭാഗം ചുമ്മാ ഇങ്ങനെ എടുത്ത് എൻ്റെ കൈ തരും. ഞാൻ ഇങ്ങനെ വായിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ ആ വചനങ്ങളിലേക്ക് ഉടക്കി. ദാവീദ് രാജാവ് തൻ്റെ മകൻ രോഗബാധിതനായിട്ട് ഞാനിങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ കണ്ണുകൾ ഇങ്ങനെ വരികളിലൂടെ വായിക്കുകയായിരുന്നു. ദാവീദ് രാജാവ് തൻ്റെ മകൻ രോഗിയായി കിടന്നപ്പോൾ രട്ടിലും കണ്ണീരിലും ഇങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ മകൻ മരിച്ചുപോയി എന്ന് മനസ്സിലായപ്പോൾ അവൻ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് ദൈവാലയത്തിലേക്ക് പോകുന്ന ആ ഭാഗം ഞാനിങ്ങനെ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എവിടെയെന്നില്ലാത്ത ഒരു ശാന്തത വരാൻ തുടങ്ങി. എവിടെയെന്നില്ലാത്തൊരു സമാധാനം എൻ്റെ മനസ്സിലേക്ക് ഒഴുകുവാൻ തുടങ്ങി. ദൈവാത്മാവിനോട് സംസാരിച്ചു. നിന്റെ മരിച്ചുപോയ നിന്റെ കുഞ്ഞിനെ ഈ ലോകത്ത് കാണുവാൻ നിനക്ക് കഴിയുകയില്ല. നീ പ്രാർത്ഥിച്ചു സ്വർഗ്ഗരാജ്യത്തിൽ വന്ന് നിന്റെ മകനെ കണ്ടുകൊള്ളാമെന്ന്. അതിലേക്കായിട്ട് നീ കാത്തിരിക്കണം. എൻ്റെ മകനെ നിത്യതയിൽ പോയി കാണാമെന്നുള്ള വിശ്വാസം വീണ്ടും ഈ ദൈവവചനം എനിക്ക് ശക്തി പകർന്നു. ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ ലീവ് എക്സ്റ്റെൻഡ് 1 മാസത്തേക്കൂടെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള നടപടികളൊക്കെ ഞാൻ ചെയ്തു. പപ്പ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് ഞാൻ ജോലിക്കായിട്ട് കടന്നു പോകാം. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ ഒരു ഭാഗ്യം തരും എനിക്ക് തന്നു. ഇത് കഴിഞ്ഞ് ഞാൻ പ്രൊമോഷൻ ആയിട്ട് 2007 ചങ്ങനാശ്ശേരിയിലേക്ക് ഞങ്ങൾ കുടുംബമായി പോയി. അവിടെ പോകുമ്പോൾ എൻ്റെ ഉള്ളിലൊരു വേദനയുണ്ട്. ഒരു കുഞ്ഞ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കൂടെ വേണം. ഒരു കുടുംബ പ്രാർത്ഥനയായിട്ടൊരു പ്രാർത്ഥന ഞങ്ങൾക്കില്ലായിരുന്നു. പക്ഷേ അന്ന് SIT ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞിരുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾക്ക് ഇനി ഒരു കുഞ്ഞുണ്ടാകരുത്. ഒരു കുഞ്ഞുണ്ടായാൽ അത് വൈകല്യമുള്ള കുഞ്ഞായിട്ട് വരും. എന്തുകൊണ്ടെന്ന് അവർക്ക് പറയാൻ അറിയില്ല. അവിടുത്തെ എലിസബത്ത് മാഡം ഏറ്റവും സീനിയർ ഡോക്ടറിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇനി ഒരു കുഞ്ഞുണ്ടാകും. സർജറിക്ക് വേണ്ടി ഞങ്ങളെ കൊണ്ടുപോയി. മറ്റൊരു വഴിയിലൂടെ ഞാൻ ഹസ്ബൻഡ് മാറിപ്പോയി. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകരുതെന്ന് സ്പർശനമായി പറഞ്ഞു. പക്ഷെ ഒരു ദിവസം 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സാന്ദ്രമോൾക്ക് ഒരു കുഞ്ഞ് പ്രാർത്ഥനാ ബുക്ക് ഉണ്ടായിരുന്നു. അക്ഷരത്തെറ്റുകളോട് അവൾ എഴുതി വെച്ചിരുന്ന ഒരു പ്രാർത്ഥനാ ബുക്ക് എൻ്റെ കയ്യിൽ കിട്ടി. ഞാനത് നോക്കുമ്പോൾ ആദ്യത്തെ അവളുടെ പ്രാർത്ഥന, യേശോപ്പച്ച ഒരു അസുഖമില്ലാത്തൊരു കുഞ്ഞുമാമയെ എനിക്ക് തരണമേ. എൻ്റെ ഉള്ളിലുള്ള വിഷയം അവൾ എഴുതി വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന എൻ്റെ മനസ്സിലൂടെ അന്ന് മുതൽ കുടുംബ പ്രാർത്ഥന ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവമേ ഒരു വൈകല്യമില്ലാത്തൊരു കുഞ്ഞ്, നിനക്കായിട്ടൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് ചങ്ങനാശ്ശേരിയിലായിരിക്കുന്ന സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു ഭയപ്പാടാണ്. ദൈവമേ ഇങ്ങനെ ഈ വാക്കുകളൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വിശാലിച്ചുകൊണ്ടിടാൻ തുടങ്ങി. എന്നിട്ട് അവിടെ ഒരു NSSന്റെ ഹോസ്പിറ്റലാണ്, മിഷൻ ഹോസ്പിറ്റലും. അവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ വാടകയ്ക്ക് താമസിച്ച് ചേച്ചി പറഞ്ഞു, അവിടെ നീ എന്തായാലും പോയി എൻ്റെ വീട്ടിൽ പേരാം, അവിടെ പോയി കാണാം. അങ്ങനെ ഞങ്ങൾ അവിടെ പോകുമ്പോൾ അവിടെ ആ നായർ മിഷൻ ഹോസ്പിറ്റലും എനിക്ക് വേണ്ടി ദൈവം നോക്കിയിരുന്ന ഗൈനക്കോളജിസ്റ്റ് ക്രിസ്ത്യാനി ഡോക്ടറായിരുന്നു. ആ നായർ മിഷൻ ഹോസ്പിറ്റലും സാധാരണ അങ്ങനെ അവർ വയ്ക്കാറില്ല. എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരുന്ന ഒരു ഡോക്ടർ
മനസ്സിലായത്. ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു, മാഡം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടോ, എനിക്കൊരു കുഞ്ഞിനെ വേണം, വൈകല്യമില്ലാത്തൊരു കുഞ്ഞിനെ, നമ്മുടെ പ്രാർത്ഥനാ വിഷയമാണ്, പക്ഷേ എനിക്ക് പേടിയുണ്ട്. ആ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഡാർലി നീ ഒരു കാര്യം ചെയ്യണം, നീ കഴിഞ്ഞതൊക്കെ നീ മറക്കണം. ദൈവം നിനക്ക് ഒരു കുഞ്ഞിനെ തന്നുവെങ്കിലും നല്ലൊരു കുഞ്ഞിനെ തരികയുള്ളൂ എന്ന് നീ വിശ്വസിക്കണം. ഇന്നു മുതൽ നിന്റെ മനസ്സിലെ പേടിയൊക്കെ നീ മാറ്റിക്കളയണം, ഭയമില്ലാത്തുള്ളവളായി ജീവിക്കണം. എന്നിട്ട് ആ 1.5 മാസം എനിക്ക് റെസ്റ്റ് പറഞ്ഞതുകൊണ്ട് എൻ്റെ ചേച്ചി ഇവിടുന്ന് 1.5 മാസത്തോളം ചേച്ചി ഞങ്ങളുടെ അടുക്കളയിലേക്ക് വന്നു. ആ സമയത്ത് എത്രയൊക്കെ പറഞ്ഞാലും മനസ്സിൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അന്നും എന്നെ ബലപ്പിക്കുവാനായിട്ടും ചങ്ങനാശ്ശേരി CSI ചർച്ചിൽ ഒരു കൺവെൻഷൻ നടന്നു. ആ കൺവെൻഷൻ്റെ ആദ്യ രാത്രിയിൽ ഞാനും മകളും ഹസ്ബൻഡും ചേച്ചിയുമായിട്ട് കൺവെൻഷൻ ആരാധനയ്ക്ക് പോയി. അവിടെ ദൈവവചനം സംസാരിച്ചത് നിങ്ങൾക്കാരെ 2 പ്രാവശ്യം അമരവൾ ഐക്യ കൺവെൻഷന് വന്നത് ജോർജ് കോശിയും, ബാംഗ്ലൂരാണ് നമ്മൾ താമസിക്കുന്നത്, ജോർജ് കോശിയും. അദ്ദേഹമാണ് അന്ന് ചങ്ങനാശ്ശേരി CSI ദേവാലയത്തിൽ വചനം പ്രസംഗിക്കണം. അന്ന് മുഴുവൻ പ്രസംഗിച്ച വചനം എനിക്ക് വേണ്ടിയിട്ടായിരുന്നു. അബോധാവസ്ഥയില് ഞങ്ങളുടെ അമ്മ അബോധാവസ്ഥയിൽ 5-6 മാസമായപ്പോൾ വീണ് അബോധാവസ്ഥയിലായിപ്പോയി. അന്ന് ചങ്ങനാശ്ശേരി കോട്ടയം നാടറിയപ്പെടുന്ന കൊച്ചപ്പുപദേശിയുടെ ഭാര്യയായിരുന്നു ആ സ്ത്രീ. ആ ഡോക്ടേഴ്സ് എല്ലാം കൈവിടിഞ്ഞു, ആശുപത്രികളൊക്കെ കൈവിട്ടു. ഈ ഉപദേശിയായ മനുഷ്യൻ എല്ലായിടവും പ്രാർത്ഥനയ്ക്ക് പോയി. എന്നിട്ട് ഈ നിശ്ചലയായി കിടക്കുന്ന, ഒരു ചലനവുമില്ലാത്ത, ട്യൂബിലൂടെ മാത്രം ആഹാരം കൊടുക്കുന്ന ഈ ഭാര്യയെ കൊണ്ട് ഇവിടെ കിടത്തിയിരിക്കുക. ഗർഭിണിയാണ്, വയറ് വളർന്നു വരുന്നുണ്ട്, ഡോക്ടർമാരൊന്നും വരുന്നതുമില്ല. എന്ന് എല്ലാ ദിവസവും മനുഷ്യ സൂക്ഷികൾക്കായിട്ട് പോയി വന്നതിന് ശേഷം ഇവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. ഒരു ദിവസം താൻ എന്തോ പ്രാർത്ഥനയ്ക്ക് ശേഷം എന്തോ വെളിയിൽ ജോലികളായിട്ട് നിന്നപ്പോൾ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. ആ മനുഷ്യനോടെ അടുക്കൽ വന്നപ്പോൾ ആ അമ്മ പ്രസവിച്ചു പോയി ആൺകുഞ്ഞ്. ആ ആൺകുഞ്ഞായിരുന്നു ജോർജ് കോശി അങ്കിൾ. അത് പറയുമ്പോൾ എന്റെ കണ്ണുനീര് ഒഴുകിയാണ്. ഞാൻ വിചാരിച്ചു എനിക്ക് വേണ്ടിയിട്ട് ഒരു മെസ്സേജ് ആൺകുളിങ്ങനെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഒരവസ്ഥയിൽ കിടന്ന് എന്റെ അമ്മയിൽ നിന്നും മൾട്ടിനാഷണൽ കമ്പനിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് ഇരിക്കുവാൻ തക്കവണ്ണം, ഓടി നടന്ന് സുവിശേഷം പറയുവാൻ തക്കവണ്ണം എന്നെ ജനിപ്പിച്ചുവെങ്കിലും നിന്റെ ഉദരത്തിൽ തന്നെ ശിശു നിനക്കായിട്ട് ബലപ്പെടുന്ന ഒരു കുഞ്ഞായിട്ട് വരുമ്പോഴെന്ന് വിശ്വസിക്കും. എനിക്ക് മനസ്സിലായി എനിക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങൾ എത്രയുണ്ടെന്ന്. സംശയത്തിൽ നിലകളൊക്കെ മാറ്റിത്തന്ന എന്റെ വലിയവനായ ദൈവം. ആരാധനയ്ക്ക് ശേഷം ശങ്കുവിന്റെ അടുത്തേക്ക് നിങ്ങൾ പോയി പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഈ കുഞ്ഞിന് ഒരു വൈകല്യമില്ലാത്ത കുഞ്ഞായിട്ട് നിനക്ക് തരും. അവസാനം ഇന്നും ആൺകുഞ്ഞുങ്ങളുമായിട്ടൊരു ബന്ധമുണ്ട്. പ്രാർത്ഥിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇതൊരു പെൺകുഞ്ഞാണ്, ആ പെൺകുഞ്ഞാണ് സോന. മെഡിക്കൽ ഡോക്ടർമാർ വിധി എഴുതി നിങ്ങൾക്ക് വൈകല്യമില്ലാത്തൊരു കുഞ്ഞിനെ കിട്ടുക. എന്റെ ദൈവം എന്നെ അമ്മയുടെ ഉദരത്തിൽ നശിപ്പിക്കാൻ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് അതിനു മുമ്പൊക്കെ ഈ ലോകത്തിൽ നിന്ന് പറിച്ചറിയാനായിട്ട് പിശാച് ശ്രമിച്ചെങ്കിലും എന്നെ പോറ്റി പുലർത്തി എന്റെ ദൈവം മെഡിക്കൽ സയൻസിലേക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരു വൈകല്യമില്ലാത്തൊരു മകളെ ഞങ്ങൾക്ക് തന്നു. അതാണ് സോനപ്രിയ മകളെ. ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അവൾ ചെറുപ്പം മുതൽ അവൾ പറയുന്നത് എനിക്ക് കർത്താവിന്റെ വേല ചെയ്യും. പക്ഷെ അവൾ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ടാവാം. ഇതാണ് എന്റെ ദൈവം. ഞാൻ പറയട്ടെ, ഈ ദൈവത്തെ ഞാൻ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? ഈ ദൈവത്തെ ഞാൻ എങ്ങനെ തള്ളി പറയും? ആരൊക്കെ എന്നെ തള്ളി പറഞ്ഞാലും, ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും ഞാൻ ഓടി അഭയം പ്രാപിക്കുന്ന എന്തൊരു മുറിയുണ്ട്. എനിക്ക് താങ്ങാനാവത്തില്ല. ഞാൻ ഓടി എന്റെ മുറിയിൽ ഞാൻ വീണ് കരയാം. കാരണം കർത്താവിന്റെ സന്നിധിയിൽ ഒത്തിരി നേരം കരഞ്ഞെണീക്കുമ്പോൾ എനിക്കുള്ള ഒരു ആശ്വാസം. എന്നോട് സംസാരിക്കുന്ന വഴികളൊക്കെ ഒരുപാട് വലുതാണ്. ഞാൻ വീണ്ടും എന്റെ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ മക്കളെ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഈ വാക്കൊക്കെ പലപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ ഭിത്തിയിൽ എഴുതി വെക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് അബ്രഹാമിനെ ഐശ്വര്യമായി അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞതെന്ന് അതിന്റെ മുൻപിലത്തെ വാക്യത്തിലാണ് പറയുന്നത്. എന്തിനെന്നറിയാമോ? നീ 22-ാം അധ്യായം 16 ഇങ്ങനെ പറയുന്നു, നീ ഈ കാര്യം ചെയ്ത നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായതുകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഏകജാതനായ മകനെ തരുവാൻ ദൈവത്തിന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് തരുവാൻ മടിക്കായതുകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ദൈവത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് ഐശ്വര്യമായ അനുഗ്രഹത്തിന് നമുക്കൊരു വില കൊടുക്കേണ്ടി വരും. കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടി വരും. ആ കഷ്ടതയുടെ മധ്യത്തിൽ വിടാതെ പിടിക്കാനൊരു പിടിവള്ളി കർത്താവിട്ട് തരും. ആ പിടിവള്ളിയിൽ പിടിച്ചാൽ മാത്രമേ ഐശ്വര്യമായ ഒരു അനുഗ്രഹം ഉണ്ടാകുള്ളൂ. ഈ ലോകത്തിലൊക്കെ ദൈവത്തെ അനുഗ്രഹിക്കുന്നതാണ്. പക്ഷെ അതിനേക്കാളാണ് നമ്മൾ വാഞ്ചിക്കേണ്ടത് ഈ ഭൂമിയിൽ നെടുക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലിരിക്കാനായിട്ടൊരു വാഞ്ചായെങ്കിലും നിങ്ങളിലൊക്കെ ഉണ്ടാകണം. ഏകജാതനായ മകനെ കൊടുക്കാൻ മടിക്കായതുകൊണ്ട് അബ്രഹാമിന് ഐശ്വര്യമായി അനുഗ്രഹിക്കാമെന്ന് ദൈവം വാക്ക് കൊടുത്തു. കഷ്ടതയിലൂടെ നടന്നാൽ മാത്രമേ ജീവിതത്തിന്റെ വില എന്തെന്നറിയൂ. എന്നാൽ മാത്രമേ ഒരുപാട് കഷ്ടതയിലൂടെ നടന്നാലേ അടുത്തവന്റെ വേദനയുടെ വില അടുത്തവൻ എങ്ങനെ വേദനിക്കണമെന്ന് അറിയാൻ പറ്റുള്ളൂ. മരണം എന്താണെന്ന് അറിയണം, കഷ്ടത എന്താണെന്ന് അറിയണം, ഉപേക്ഷിക്കൽ എന്താണെന്ന് അറിയണം, ദൈവത്തിൽ നിന്ന് അകലെന്ന കിട്ടുന്ന അടി എന്താണെന്ന്, ആ വേദന എന്താണെന്ന് നമ്മൾ അറിയണം പ്രിയ ദൈവമക്കളെ. അതുകൊണ്ട് കഷ്ടത ദൈവത്തിന്റെ ജീവിതത്തിൽ ഉള്ളതാണ് കഷ്ടത. പക്ഷേ അത് വീണ് പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ഓരോ കഷ്ടത വരുമ്പോഴും ദൈവമുള്ള ഒരാളും ദൈവമില്ലാത്ത ആളും ആ കഷ്ടതയെ ഫേസ് ചെയ്യുന്ന രീതി രണ്ടാണ്. ദൈവമുള്ളത് പക്ഷെ കരയുമായിരിക്കും. പക്ഷെ മറ്റുള്ളവരുടെ മുൻപിൽ അവരുടെ മുഖം പ്രകാശന ദുരിതമായിരിക്കും. എൻ്റെ ഓഫീസിലൊന്നും ഞാൻ കരയുന്നതാണെന്ന് വേണ്ടിയിട്ട് അവിടെ പിന്നെ എപ്പോഴും ഡാർലി എന്ന് പറഞ്ഞാൽ
ഹാപ്പി ആയിട്ട് ഓടി നടക്കുന്ന ഒരാളാണ്. എനിക്ക് എൻ്റെ ഒരു സങ്കടമോ വേദനയോ അവർക്ക് അറിഞ്ഞുകൂടാ. കാരണം അവരുടെ ആരുടെയും മുൻപിൽ കരയുവാൻ എൻ്റെ ദൈവം എന്നെ സമ്മതിച്ചു. പക്ഷെ കണ്ടവരോട് എല്ലാവരോടും ഇങ്ങനെ പരിഭവം പറഞ്ഞ് ഇങ്ങനെ പുറമെ നടക്കുന്ന ഒരുപാട് പേരെ അറിയാം. ദൈവമുള്ളവനും ദൈവമില്ലാത്തവനും കഷ്ടതയെ ഫേസ് ചെയ്ത് രണ്ടുപേരുണ്ടാവും. ദൈവമുള്ളവന് ഏത് പ്രതിസന്ധി വന്നാലും പോയി അണയാനുള്ള അഭയമുണ്ടാവും. ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞാൽ വേറെ ആരുടെ മുമ്പിൽ കരയാൻ ആ ദൈവം സമ്മതിക്കുകയില്ല. ദൈവം ഇന്ന് കരഞ്ഞ് രാവിലെ പോകുമ്പോൾ ഒന്നും സംഭവിക്കാത്തതുപോലെ നമുക്ക് കടന്നു പോകുവാൻ സാധിക്കും. ഒന്നും സംഭവിക്കാത്തതുപോലെ പെരുമാറുവാൻ നമുക്ക്. അതാണ് എൻ്റെ ദൈവം, അതാണ് നിങ്ങളുടെ ദൈവത്തെ ദൈവമക്കളെ. അബ്രഹാം എന്തൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്തു. നാട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകാൻ അബ്രഹാമിനോട് പറഞ്ഞു. ഉറ്റവരെയൊക്കെ വിട്ടുപോകുമ്പോൾ ദൈവം പറഞ്ഞ വാക്ക് കേട്ടിട്ടോ ആലോചിക്കാതെ കൊടുക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ട മനുഷ്യൻ എന്തൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാവും നമ്മളതൊന്നും ചിന്തിക്കാറില്ല. ഭാര്യയെ പേടിച്ചിട്ട് സഹോദരി എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുമ്പോൾ ആ മനുഷ്യന്റെ ഹൃദയം എന്തുമാത്രം വേദനിച്ചിരിക്കും. ലോത്ത് നെഞ്ചോട് ചേർത്ത് നിർത്തി ലോത്ത് പിരിഞ്ഞു പോയപ്പോൾ എന്തുമാത്രം വേദനിച്ചിരിക്കും. പക്ഷെ കീടന്മാർ കിട്ടിയപ്പോഴാണ് അബ്രഹാമിന് അനുഗ്രഹം ഉണ്ടായത്. നമുക്ക് പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ദൈവസന്നിധിയിലായാലും എവിടെ ആയാലും നമ്മുടെ വാക്കുകൾ സൂക്ഷിച്ചില്ലേ. പലപ്പോഴും നമുക്ക് കിട്ടുന്ന നന്മ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ വാക്കുകളിലൂടെയാണ്. ദൈവം നമുക്കൊരു അനുഗ്രഹം തരാനായിട്ട് കൈനീട്ടിയിരിക്കുമ്പോൾ ദൈവത്തെ നിന്ദിക്കുന്നത് മറ്റുള്ളവരുടെ കണ്ണു നനയിപ്പിക്കുന്നത് ഒരു വാക്ക് മതി അനുഗ്രഹം മാറിപ്പോകും. ഒരു വീട്ടിലും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഒരുപാട് അനുഗ്രഹം ഉണ്ടാകും. 100%, 101% സത്യം. പക്ഷെ ഒരാൾ മതി അനുഗ്രഹം തട്ടിക്കളയാൻ. മറന്നു പോകരുത് മക്കൾ, മറന്നു പോകരുത്. 5, 6 പേർ അല്ലെങ്കിൽ 4 പേരോ 3 പേരുള്ള ഒരു കുടുംബത്തിലും ഒരു വലിയ അനുഗ്രഹം ദൈവം കിട്ടും. അനുഗ്രഹം തട്ടിക്കളയുവാൻ ആട് കുടുംബത്തെ കണ്ണുനീരിലാക്കി കളയാനും ഒരാളിന്റെ നന്ദി കേട് മതിയും, ഒരാളിന്റെ മൂർച്ചയേറിയ വാക്കുകൾ മതി തട്ടിക്കളയാൻ. അതുകൊണ്ട് ഓർക്കണം, ഇനി വാക്കുകളെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാനും അത് ചിന്തിക്കുകയായിരുന്നു. വാക്കുകൾ ഏൽപ്പിക്കുന്ന മുറിവ് ഒരു ചൊല്ലുണ്ടല്ലോ, അടി ഉണ്ടാകുമായി പക്ഷെ വാക്ക് മായത്തില്ല. അടി ഉണ്ടാകുന്നതുമായി പക്ഷെ വാക്കുകൾ അത് ജന്മാന്തരങ്ങളോളം മരണത്തോളം ഞാൻ എൻ്റെ മനസ്സിലും ഞാൻ അവരോടൊക്കെ ക്ഷമിച്ചത് ഒരുപാട് പേർ ക്ഷമിച്ചു. അവരോടൊന്ന് കണക്ക് ഞാൻ ചോദിച്ചിട്ടേ. പക്ഷെ ചില വാക്കുകൾ ഇന്നും എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് ചിലതൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. എന്തിനെന്നറിയാമോ? അവരോട് ഇനി പെരുമാറുമ്പോൾ ഞാൻ സൂക്ഷിച്ചു പെരുമാറും. അതിനുവേണ്ടി ഓർത്തു വെച്ചിരിക്കുന്ന കാര്യം. കാരണം പിന്നെ അതുപോലെ അവരോട് പോയി അണയാൻ പാടില്ല. ഒരു അതിർവരം വിളിച്ചു വേണം അങ്ങനെയുള്ള ആൾക്കാരോട് പെരുമാറും. ചിലത് വേദനയോട് ഓർത്തിരിക്കുന്ന വാക്കുകളുണ്ട്. എന്നാലും ഇങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ആയിരുന്നില്ലല്ലോ, എന്നാലും ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ ചങ്കുരുങ്ങുന്നത് ചേർന്ന് നിൽക്കുന്ന ദൈവാത്മാവിന് മാത്രം. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ, ഒരു സമൂഹത്തെ ഇല്ലാതാക്കാൻ, ഒരു ദൈവാലയത്തെ നശിപ്പിക്കാൻ വേണ്ട ദൈവമില്ലാത്തൊരു വാക്കുണ്ട്. അതുകൊണ്ട് വാക്കുകൾ നമ്മുടെ 141 സങ്കീർത്തനം 3-ാം വാക്യം. ഒരു ക്രിസ്ത്യാനി എന്നും രാവിലെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയും. യഹോവേ, എൻ്റെ വാക്യം ഒരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരത്തെ കാക്കണമേ. എൻ്റെ വാക്യം ഒരു കാവൽ നിർത്തി എൻ്റെ അധരത്വം. ഞാൻ ഇടയ്ക്കിടെ പ്രാർത്ഥിക്കാറുള്ള വാക്ക്, ദൈവമേ ഞാൻ പല സ്ഥലങ്ങളിൽ പലരുമായിട്ട് സംസാരിക്കാൻ ഒരാളാണ്. എൻ്റെ വാക്യം ഒരു കാവൽ നിർത്തി എൻ്റെ അധരത്തിൽ. എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു ക്രിസ്ത്യാനിയാണ് ഞാൻ നിങ്ങളുടെ മേഖല പ്രാർത്ഥിക്കണം. എൻ്റെ വാക്യം ഒരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരത്തെ കാക്കണമേ. 112 സങ്കീർത്തനം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. പക്ഷേ ഐശ്വര്യ സമ്പത്തും ആരുടെ വീട്ടിലുണ്ടാകുമെന്ന്, ആരുടെ വീട്ടിലുണ്ടാകും? നമ്മളെ കേട്ട് വയ്ക്കും ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയൊക്കെ എൻ്റെ വീട്ടിലുണ്ട്. പക്ഷെ ആരുടെ വീട്ടിലെന്ന് സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നുണ്ട്. 112-ന്റെ 1-ൽ യഹോവയെ ഭയപ്പെട്ട അവന്റെ കൽപ്പനകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയെ സ്നേഹിച്ച് യഹോവയുടെ കൽപ്പനകൾ ഏറ്റവും ഇഷ്ടപ്പെട്ടു അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഒരു മനുഷ്യന്റെ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാവണേ. അല്ല തോന്നിയ പോലെ നടക്കുന്ന മനുഷ്യന്റെ വീട്ടിലല്ല. അങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യന്റെ വീട്ടിലാണ് സമ്പത്ത് ഉണ്ടാകുന്നത്. അത് അവരുടെ അടുത്ത തലമുറ നശിപ്പിച്ച് കളയുകയും ചെയ്യും. അങ്ങനെയും പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അനുഗ്രഹവും ഐശ്വര്യവും ഉണ്ടാകേണ്ടത് നമുക്കൊരു വില കൊടുക്കുമ്പോഴാണ്. ദൈവസന്നിധിയിലും നീതിയുള്ളവരായി അനുസരണത്തോടെ നടക്കുമ്പോഴാണ് നാം മറന്നു പോവുക. 116-ാം സങ്കീർത്തനത്തിൽ 1-2 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചതുകൊണ്ട് ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. 116-ാം സങ്കീർത്തനം ഇത് വായിച്ചു കേട്ടത് എനിക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു സങ്കീർത്തനമാണ്. ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് 2 കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിന്റെ വാക്യത്തിൽ പറയുന്നുണ്ട്, 2-ാമത്തെ വാക്യത്തിൽ അവൻ തന്റെ ചെവിയെങ്കിലേക്ക് ചായ്ച്ചത് കൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. ജീവകാലമൊക്കെയും കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ നന്ദിയുള്ളവരായിരിക്കണം. 2-ാമത് പറയുന്നുണ്ട് സങ്കീർത്തനം 112, 12, 13, 14 വാക്യമെല്ലാം, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാനവൻ എന്ത് പകരം കൊടുക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുകയും കഴിക്കും. ആയുഷ്കാലം അവൻ നന്ദിയോടെ ദൈവസന്നിധിയിൽ സമർപ്പണത്തോടെ നന്ദിയുള്ളവരായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരായിരിക്കും. 2, ദൈവം ചെയ്ത നന്മകൾ മൂടി വയ്ക്കുവാനെല്ലാം സകല ജനവും കാണുകയും വിളിച്ചു പറയുവാൻ ആവശ്യമുള്ളവർക്ക് ദൈവത്തിനായിട്ട് സംസാരിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയും. ഇത് ദൈവം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമാണ്. 112-ന്റെ 17 പറയുന്നു,
ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. എനിക്കും നിങ്ങൾക്ക് നോക്കിയ വലിയൊരു ഉത്തരവാദിത്വം ദൈവം തന്നിട്ടുണ്ട്. ചെയ്ത നന്മകളൊന്നും മറന്നു പോകാതെ അവിടെ സാറിടയ്ക്കിടയ്ക്ക് സാക്ഷി പറയാനായിട്ട് എന്തിനെന്നറിയാമോ? ദൈവനാമം മഹത്വപ്പെടുവാനാണ്. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങൾക്ക് ദൈവം ചെയ്ത നന്മ പറയുവാൻ മടിക്കരുത്. ദൈവമക്കളെ, ശമര്യക്കാരി സ്ത്രീയാണ് ഉച്ചയ്ക്ക് ആ സ്ത്രീയെ തേടി യേശു കർത്താവ് പോയിട്ട് അവിടെ യേശുവിനെ രക്ഷകനെന്ന് മനസ്സിലാക്കുമ്പോൾ എന്തിനാണ് വന്നതെന്നോട് മറന്നുപോയി. ഉടമ അവിടെ വെച്ചിട്ട് ഓടിപ്പോയി. ഞാൻ ചെയ്തതൊക്കെ എന്നോട് അറിയിച്ചിട്ട് മനുഷ്യനെ വന്ന് കാണുന്നതെന്നാണ് സുവിശേഷം പറയുന്നതും. ഇതൊക്കെ ഒരു നാട്ടുകളിലേക്ക് ഒരു ബാധിച്ചൊരു മനുഷ്യനെ തേടി മാത്രം ആ കടൽ കടന്നിട്ട് യേശു അക്കരെ പോയി. ആ മനുഷ്യന്റെ നിലവിളി കേട്ടിട്ട് ആ മനുഷ്യനെ സൗഖ്യമാക്കുവാൻ വേണ്ടി മാത്രം എന്റെ യേശു ആ മനുഷ്യന്റെ അടുത്തേക്ക് എന്നറിയാമോ? ഇതൊക്കെ ഒരു നാട്ടിലൊക്കെ സുവിശേഷം പറയുവാനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത മനുഷ്യനായതും അഭ്രാന്തനായ മനുഷ്യനിലേക്ക് വരും. അതുകൊണ്ട് 58-ാം സംഗീതത്തിന് 11 ഇങ്ങനെ പറയുന്നുണ്ട്. ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം, ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ദൈവമുണ്ട് നിശ്ചയമില്ല മനുഷ്യർ പറയും. ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം, ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ദൈവമുണ്ട് നിശ്ചയമെന്ന് മനുഷ്യർ പറയും. അതുകൊണ്ട് നീതിയോടെ ജീവിച്ചാൽ ആ മനുഷ്യന് നീതിമാനത്തിന് പ്രതിഫലമുണ്ട്. മറന്നു പോകരുത്. ഈ ഭൂമിയിലും വരുമാന ലോകത്തിലുമൊക്കെ ആ നീതി പ്രാപിക്കാൻ, നീതി ഇടപാടാത്ത കിരീടം പ്രാപിക്കാൻ, ഭൂമിയിൽ നന്മയോടെ ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനെ കൂട്ടായ്മ നമുക്ക് തന്നാം. ദൈവത്തിനും കാരണബുധനായ സാധനമൊക്കെ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിച്ച് ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. വലിയൊരു സാക്ഷിയാണ് നമ്മൾ കേട്ടത്. ഒരു വരി പോലും പറയാൻ നമുക്ക് ദൈവം കൊടുത്ത ബലത്തിനായി ദൈവത്തിന് സ്തോത്രം നന്ദിയാക്കുന്നു. 2 കുഞ്ഞുങ്ങളുണ്ട്. സാക്ഷി ഒക്കെ ദൈവത്തിന് മഹത്വത്തിനായി വളരണം. അമ്മയുടെ സങ്കടം തീർക്കുവാൻ നിൽക്കണമെന്നുള്ള ആത്മീയ ജ്ഞാനം എൻ്റെ മക്കൾക്ക് ലഭിക്കട്ടെ എന്ന് ഹൃദയം പ്രാർത്ഥിക്കും. ഒരു വാക്ക് ഇത്രയൊക്കെ സമയം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു വാക്ക് പറഞ്ഞതിൽ ദൈവീയമായ ഒരു ഉറപ്പ് തരാൻ പറ്റി. സംഗീതത്തിന് 37 4-5 ബാക്കി വേഗം വായിക്കും. എനിക്ക് പറഞ്ഞ കേട്ടുള്ളത് എന്താണെന്ന് നോക്കാം. അവൻ നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവനെ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. എന്ന് കാണാലോ എല്ലാവരും വന്ന് യേശുവിനെ വിശ്വസിക്കുന്ന എല്ലാവരും ദൈവത്തിന് ആശ്രയിക്കുന്നവർ ഈ കാര്യം പഠിച്ച് യഹോവയിൽ തന്നെ രസിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കളിക്കാരുടെ അടുത്തും മൊബൈൽ സീരിയലിൽ നിന്നുമൊക്കെ രസിക്കുക. ദൈവത്തോട് എങ്ങനെ രസിക്കാൻ കഴിയും? ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും ദൈവത്തെ ഒന്ന് സ്നേഹിച്ചാൽ കൂടെ വരുന്നത് ദൈവം, കൊണ്ടു നടക്കുന്നത്, കൂട്ടിന് പറയുന്നത്, ഉപദേശിച്ച് ഞാൻ നിന്നെ ഉപദേശിച്ചു നടക്കേണ്ടുന്ന വഴി കാണിച്ചു. ഓരോ വഴിയിലും ഒരു കാല് വയ്ക്കുമ്പോൾ കാലിൽ തട്ടിപ്പോകാതെ ദൂതന്മാരെ കാക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന ദൈവത്തെ ഒന്ന് സ്നേഹിച്ചു. ആ സ്നേഹം കണ്ടാലുണ്ടല്ലോ എല്ലാം മാറിപ്പോകുന്ന സന്തോഷമുണ്ട്. യഹോവയിൽ തന്നെ രസിച്ചു കൊടുക്കും. നമ്മളെ കൊണ്ട് കഴിയുമെന്നൊന്ന് ആലോചിക്കും. കഴിഞ്ഞാൽ ദൈവമക്കളായിരിക്കും. എപ്പോഴും ദൈവത്തോട് രസിക്കുക. എല്ലാ കാര്യങ്ങളും പ്രശ്നങ്ങളിലൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ദൈവത്തോട് പറയുക. പറഞ്ഞ് ദൈവത്തിന് ഒരു കഥയിലൂടെ ദൈവത്തോട് രസിക്കാനുള്ള ഒരു അനുഭവം. നമ്മൾ കുശലമൊക്കെ പറയുമ്പോൾ നമ്മുടെ കൂട്ടുകാരോട് എന്തെല്ലാം രഹസ്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷിക്കും. നമ്മൾ പല വളർത്തു വർഗ്ഗങ്ങളൊക്കെ വെച്ച് ആളുകളോട് പറഞ്ഞ് രസിക്കും. പൂച്ചക്കുറ്റി കുറ്റി കൊള്ളാൻ പറയും, മീൻ വളർത്തിക്കാൻ നന്നായിരിക്കും, അങ്ങനെയൊക്കെ എൻ്റെ പല്ലിങ്ങിലേക്കും അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ പിള്ളേർ പറയുന്നത് കേട്ടു. എന്നാൽ ജീവനുള്ള ദൈവത്തെക്കുറിച്ച് പറയാൻ ഒന്നും അറിയില്ല. അതൊരു മഹാശാപം. യഹോവയിൽ രസിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു രസമാണ്, ഒരു വലിയ ഭാഗ്യമാണ്. അത് പറഞ്ഞു തീരാത്ത അനുഗ്രഹമാണ്. അത് മനസ്സിലാക്കണം. യഹോവയിൽ രസിക്കുന്ന അനുഭവം എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ ലഭിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹം. പറഞ്ഞു തീരാത്ത ഒരുപാട് കാര്യങ്ങൾ പിന്നീട് അവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ അതുപോലെ ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഭജനയ്ക്ക് അവരവിടെയില്ല ഈ കരോൾ പാടാം. 2 വർഷം ഇങ്ങനെ പാടാൻ ഒട്ടും സമയം തീർക്കില്ല, വളരെ തീർത്തില്ല. അപ്പോൾ എല്ലാ വീടുകളിലും എൻ്റെ ലീഡർ, പാട്ടിൻ്റെ ലീഡറും കൂട്ടിൻ്റെ ലീഡറും ഞാനാണ്. അപ്പോൾ ആ പാട്ട് 2 തീർന്നതിന് വീട്ടിൽ ചെന്നത് ക്ഷീണിച്ചു നിന്നത് പ്രാർത്ഥന. അപ്പോൾ എത്ര വീടുകളിൽ പോയാൽ അവിടെ എല്ലാം പ്രാർത്ഥന ശ്രദ്ധിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. 2 കൊല്ലം പാടിയപ്പോൾ ഗവൺമെൻറ് ജോലി കിട്ടി. ഒരുപാട് കാര്യം. അപ്പോൾ കർത്താവിൽ സന്തോഷിച്ചുകൊണ്ട് ഓരോ വീട്ടിലും പ്രാർത്ഥിക്കാൻ കിട്ടിയ അവസരം ദൈവത്തോടുള്ള ഒരു ബന്ധമായി മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിനെ മഹത്വീകരിക്കാൻ പാടുകയും ഫ്ലൂട്ട് വായിക്കുകയൊക്കെ ചെയ്തപ്പോൾ നേതൃത്വം കൊടുത്തപ്പോൾ ദൈവം എന്നെ ശക്തീകരിച്ചു.
ഇല്ലായ്മയിലൊക്കെ വളർത്തി ദൈവത്തിന് എത്ര നിന്ന് രസിക്കുക. ഇന്നും അങ്ങനെ തന്നെ എല്ലാം ദൈവത്തോട് കുശലങ്ങൾ പറഞ്ഞ് രാത്രിയൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഇവർ കുറ്റം പറഞ്ഞിട്ട് ഭാര്യ ഇന്നലെ രാത്രി ഒന്ന് നോക്കുമ്പോൾ അത് എത്ര മണിക്കോ 2 മണിക്ക് പ്രാർത്ഥിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ഉറങ്ങാൻ വല്ലതും പറ്റുമെന്നത്. അതാണ് ഒരു അംഗങ്ങളായിരിക്കും ഒരു പടങ്ങരുത്, വളരെ സ്നേഹം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ലോകത്തിൻ്റെ. ഇതുപോലെ തന്നെ ഞാൻ പല കൺവെൻഷനുകളിൽ പോകുമ്പോൾ രാത്രി എന്നെ നോക്കി ആരെങ്കിലും വരുമ്പോൾ നെൽസൺ പറയുകയാണ്, ഈ സാറ് ഒരിക്കലും ഇന്നലെ ഉറങ്ങിയില്ല. രാവിലെ അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ, ആ സഭയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ദൈവം വരുത്തണമെങ്കിൽ അതുണ്ടാവണം. അത് മാത്രമല്ല വേറൊരു കാര്യം, കർത്താവിനെ കാനാവിലെ കല്യാണത്തിൽ ക്ഷണിച്ചു, അവിടെ ഒരു കുറവുണ്ട്. അതുപോലെ ദൈവമക്കളുടെ സാന്നിധ്യം മഹാ അനുഗ്രഹത്തിനും സന്തോഷത്തിനും കാരണമാകുവാൻ യഹോവയിൽ തന്നെ രസിച്ചു. കർത്താവ് എവിടെയൊക്കെ പോയാൽ അവിടെ ഒരു കുറവുണ്ടായി. അറിഞ്ഞു ഒരു സ്ത്രീ സന്തോഷമാണ് വീട്ടിൽ പോയി. മരിച്ച ലാസറും ഉയർത്തെഴുന്നു. എല്ലാ അത്ഭുതങ്ങളും എന്തൊക്കെ ഉണ്ടായിരുന്ന കർത്താവിന്റെ ഒരു കുറവുകളെല്ലാം പരിഹരിക്കപ്പെട്ടത് കർത്താവിന്റെ സ്നേഹം. ദൈവസ്നേഹത്തിന്റെ ആഴവും നീളവും വീതിയും ഉയരവും എന്തെന്ന് ഗ്രഹിക്കുമ്പോൾ യഹോവയിൽ രസിക്കുവാൻ നമുക്ക് മനസ്സ് വരും. അങ്ങനെയുള്ള അനുഭവം നമുക്കും നമ്മുടെ കുടുംബത്തിന് ലഭിക്കും. വളരെയധികം പ്രാർത്ഥിക്കുക. ഒരു സ്വാമി മതി. തൈലത്തിൽ ഒരു ഈച്ചകത്ത് കിടന്ന പിന്നെ അത് ഉപയോഗിക്കാൻ വെക്കാത്തത്. അതുപോലെ നമ്മൾ കുടിച്ചോണ്ടെങ്കിൽ ചായയിൽ ഒരു ഈച്ച വന്ന് വീണാൽ പിന്നെ അത് കുടിക്കാം. അതുപോലെയാണ് നമ്മളെ വാക്കുകൾ. വളരെ സൂക്ഷിക്കണം. ഒരുപാട് അനുഗ്രഹം നിശ്ചയിക്കുവാൻ ചാതി കളിക്കും. നമ്മളെ രസിച്ച് ദൈവസഭയിൽ സന്തോഷിച്ചിരിക്കുമ്പോൾ അതിന് മറുക്രിയ പറയും. എല്ലായിടത്തും ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവിൽ സന്തോഷിക്കാൻ നോക്കുക. അത് രഹസ്യമായിരിക്കുക. അപ്പോൾ ആ രാത്രിയൊക്കെ അർദ്ധരാത്രി ഓർമ്മ വരുമ്പോൾ വേറെ ലോകത്തെ കണ്ടാൽ നമുക്ക് വഴക്കുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അർദ്ധരാത്രിയാണ് എളുപ്പം. എന്നെ രാത്രി 3 മണിക്ക് ഉണർത്തി പ്രസംഗം പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ രാത്രി എൻ്റെ മുറിക്കുവരത്തൊരു വെളിച്ചം. ഞാൻ ആറ്റോമാറ്റിക്കായി ഞാൻ ഉണർത്തിരിക്കും. എനിക്ക് ഉറങ്ങാൻ നോക്കിക്കാം. പ്രസംഗം പഠിക്കും. ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നു, കൂട്ടുകൂടുമോ, വരുമോ, പോകുമോ, രസിക്കാൻ ഒക്കുമോ. ആ അനുഭവങ്ങൾ കേട്ടാൽ കഴിഞ്ഞ് യഹോവയിൽ തന്നെ രസിച്ചു കൊടുക്കുക. അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ പരിമേൽപ്പിക്കുക. അവനെ തന്നെ ആശ്രയിക്കുക. അവനത് മാറ്റമില്ലാത്തതാണ്. എഴുതി പഠിക്കും, ഹൃദയത്തിൽ വെച്ചോ. നിന്നെ ദൈവരാജ്യം വരെയും അനുഗ്രഹിക്കപ്പെട്ട വഴി നടത്തുവാൻ ദൈവത്തിന് കഴിയും. മക്കളെ അവർക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥന